വരുത്തുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അതെ 7 ദിവസം സാക്ഷാൽ ഭഗവാനെ ഉപാസിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് കിട്ടണത്. നമ്മളിവിടെ എല്ലാം ഇരിക്കണത് വിചാരിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഇവിടെ എല്ലാം ഇരിക്കണത് എന്നുണ്ടെങ്കിലോ എന്തൊക്കെ കാര്യങ്ങൾ ലോകകാര്യങ്ങൾ ഓരോന്ന് ആലോചിച്ച് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കും. ആ സപ്താഹയജ്ഞം തുടങ്ങിക്കഴിഞ്ഞാലോ വേറെ ഒരു ചിന്തയുണ്ടാവില്ല അല്ലേ. ഇവിടെ അങ്ങനെ വന്നിരിക്കുമ്പം തന്നെ ഭാഗവതം പാരായണം ചെയ്യുന്നു, ഭാഗവതം കേൾക്കുന്നു. അപ്പം നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയതായിരിക്കുന്ന ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് ഭാഗവതം എന്നുള്ളത്, ഭാഗവത സപ്താഹം എന്നുള്ളത് അല്ലേ. അപ്പോൾ ഭാഗവത സപ്താഹ യജ്ഞത്തിന് ആരൊക്കെ വന്നു, വരുന്ന ആൾക്കാർക്കൊന്നും എന്തുണ്ടാവില്ല, സാധാരണയ്ക്ക് അവർക്ക് മാനോ അപമാനോ ഇതൊന്നും അവരതാ ബാധിക്കില്ല. അപ്പം ശ്രീശുക ഭാവത്തിലായിരിക്കണം എന്ന് പറയും. ഭഗവാൻ തനിക്ക് തന്നതായിരിക്കുന്ന ഒരു അനുഗ്രഹമാണത് എന്നുള്ള ഭാവത്തിൽ ആ ഭഗവാനെ ഉപാസിക്കാനായിട്ട് ഇതാ സാധിക്കണം. അതാണ് ഈ ആധ്യാത്മിക കാര്യത്തിൻ്റെയൊക്കെ പ്രത്യേകത. അല്ലെ ശ്രീശുക ബ്രഹ്മർഷി നമ്മളെ സപ്താഹ മണ്ഡപത്തിന് മുന്നിലേക്ക് എത്തിച്ചേരുന്നതോടുകൂടി പക്ഷേ അവരെന്ത് ചെയ്തു, വന്നതായിരിക്കുന്ന ആളുകളൊക്കെ ലോകരീത്യ ഒരാളെ എങ്ങനെയൊക്കെ ബഹുമാനിക്കണം അങ്ങനെയൊക്കെ ബഹുമാനിക്കാനായിട്ട് പുറപ്പെടും. ശ്രീശുക ബ്രഹ്മർഷി എവിടുന്നാ വന്നതെന്ന് ആർക്കും അറിയില്ല. എത്ര ദിവസം ഇപ്പോൾ ഇവിടെ ഇരിക്കും അതും പറയാനായിട്ട് പറ്റില്ല. ഇവിടുന്ന് എപ്പോഴാ യാത്രയാവുക ഇതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ തത്ര അഭവത് ഭഗവാൻ, ഭഗവാൻ അഭവത അവിടേക്ക് എത്തിച്ചേർന്നു. എവിടുന്ന് വന്നു എന്ന് പറയണില്ല അല്ലേ. ഇങ്ങനെ വേദവ്യാസ മഹർഷിയുടെ പുത്രനായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷിയുടെ ആവിർഭാവത്തിനെയാണ് അടുത്ത ശ്ലോകങ്ങൾ വർണ്ണിക്കുന്നത്. നമുക്കും ഗുരുനാഥൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് ആ ശ്ലോകം പാരായണം ചെയ്യാം. ആശ്രുത്യ തദൃഷിഗണവചപരീക്ഷ സമം മധുച്ചിൽ ഗുരുജാവ്യലീകം ആഭാഷതൈതാനഭിനന്ദ്യുക്തം ശുശ്രൂഷമാണശ്ചരിതാൻ വിഷ്ണോ സമാഗതാ സർവദേവ സർവേ വേദാ യഥാ മൂർത്തിധരാസ്തൃഷ്ടേ നേഹാഥവാമുത്തജ കഷ്ടനാർത്ഥ വൃതേ പരാനുഗ്രഹമാത്മശീലം തതശ്ച പൃച്ഛമിമം വിവൃച്ഛേ വിശ്രഭ്യ വിപ്രായിതി കൃത്യതായാം സർവാത്മനാ മ്രിയമാണൈശ്ച കൃത്യം ശുദ്ധം ച തത്രാമൃഷതാഭിയുക്താ തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ യദൃച്ഛയാ ഗാമഠമാനോനപേക്ഷഃ അലക്ഷ്യലിംഗോ നിജലാഭതുഷ്ടോ മൃതസ്ത്രിബാലൈരവധൂതവേഷഃ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ 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 സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ തം ദ്വേഷ്ടപരുഷം സുകുമാരപാദ കരോരുബാഹും സകപോലഗാത്രം ചാർവാഹയതാക്ഷോന്നസതുല്യപൂർണ്ണസുഭ്രുവാനനം കമ്പുസുജാതകണ്ഠം നിഗൂഢചത്രം പൃതുതുംഗവക്ഷസം ആവർത്തനാഭിം വലിവൽകൂതരം ച ദിഗംബരം വക്രവികീർണകേശം പ്രലബ്ബബാഹും സുമരോത്തമാഭം ശ്യാമം സദാ വീച്വയോംഗലക്ഷ്മ്യാ സ്ത്രീണാം മനോജ്ഞം രുചിരസ്മിതേന പ്രത്യുച്ഛതാസ്തേ മുനയശ്വാസനേഭ്യസ്തല്ലക്ഷണജ്ഞാ വിഗൂഢവർത്തസം സ വിഷ്ണുരാതോധിതയാഗതായ തസ്മൈ സപര്യാം ശിരസാ ജഹാര തതോ നിവൃത്താഹ്യബുധാ സ്ത്രിയോർഭഗാ മഹാസനേ സോപവിവേശപൂരിതഃ സ സംവൃതസ്തത്ര മഹാൻ മഹീയസാം ബ്രഹ്മഋഷിരാജഋഷിദേവർഷംഘൈഃ വ്യരോചതാരം ഭഗവാൻ യഥേന്ദുർഗ്രഹക്ഷതാരാധികരൈഃ പരീതഃ പ്രശാന്തമാസീനമകുണ്ഠമേസം മുനിം നൃപോ ഭാഗവതോऽഭ്യുപേത്യ പ്രമ്യമൂർധാവയതകൃതാഞ്ജലിഃ നത്വാ ഗിരാ സൂനതയാന്വപൃച്ഛൽ പരീക്ഷിതുവാചാം അഹോ അദ്യ വയം ബ്രഹ്മൻ സൽസേവ്യാഃ ക്ഷത്രബന്ധവം കൃപയാതിഥിരൂപേണ ഭവദ്ഭിः തീർത്ഥകാः കൃതാः യേഷാം സംസ്മരണാൽ പുംസാം സദ്യഃ ശുദ്ധ്യന്തി വൈഗ്രഹാः കിം പുനർദർശനസ്പർശ പാദശൗചാസനാദിഭിः സാന്നിധ്യാത്തെ മഹായോഗിന്മ പാതകാനി മഹാന്ത്യഭിः സദ്യോ നശ്യന്തി വൈ പുംസാം വിഷ്ണോരിവസുരേതരാः അഭിമേ ഭഗവാൻ പ്രീതഃ കൃഷ്ണപാശുതപ്രിയഃ പൈതൃശ്വസേയപ്രീത്യർത്ഥം തൽഗോത്രസ്യാത്മബാന്ധവാः തൽഗോത്രസ്യാത്മബാന്ധവ അന്യഥാ തേ വ്യക്തകഥയാർദർശനം ന കഥം നൃണാം നിദ്രാം മ്രിയമാണാനാം സംസിദ്ധസ്യ വനീയസ അത പൃച്ഛാമി സംസിദ്ധിം യോഗിനാം പരമം ഗുരും പുരുഷസ്യേഹ യൽകാര്യം മ്രിയമാണസ്യ സർവഥാ
യൽ ശ്രോതവ്യമഥോ ജപ്യം യൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപജയം നൂനം ഭഗവതോ ബ്രഹ്മൻ ഗൃഹേഷു ഗൃഹമേധിനാം ന ലക്ഷ്യതേ വ്യവസ്ഥാനോപി ഗോദോഹനം കുല് സൂതവാചയവമാഭാഷിതപൃഷ്ടഃ സരാജ്ഞാ ശ്ലക്ഷണയാ ഗിര പ്രത്യഭാഷധർമ്മജ്ഞോ ഭഗവാൻ ബാദരായണി ഹരിഷുബുദ്ധാത്മപുരാൺ സമുദായാം പ്രഥമസ്കന്ധേ ശുഗാഗമനം നാമായ ഗോനിംശോധ്യായ സർവത്രോ നാം സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കഥാമയം ഭാഗവതാഭിധാനം ഹരേതനും തേ ചരിതയസ്തുതീയൈ യഥാമതിത്തുൽ പരിതോഷകാമസ്തൗമി പ്രസീദാച്യുതാമാരുദേശ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. പ്രകാശിത കോപി നവീനമാർഗ. മഹർഷീശ്വരന്മാർ കലികാലത്ത ജനങ്ങൾക്ക് പരമമായിരിക്കുന്ന ആനന്ദം ഉണ്ടാവാൻ ഒരു പുതിയതായ മാർഗത്തിനെ പറഞ്ഞു തരുന്നു. ആ പുതിയതായ മാർഗമാണ് ഭാഗവത സപ്താഹയജ്ഞം. കഴിഞ്ഞ യുഗത്തിലൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് കലികാലത്ത ജനങ്ങൾക്ക് വേണ്ടി സന്തോഷം ഉണ്ടാവാൻ, ആനന്ദം ഉണ്ടാവാൻ വേണ്ടി മഹർഷീശ്വരന്മാർ പറഞ്ഞു തന്നതായിരിക്കുന്ന ഒരു പുതിയ മാർഗം. 7 ദിവസം ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടി മാറ്റി നിർത്തേ വേണ്ടു. 7 ദിവസക്കാലം എല്ലാ കാര്യവും മാറ്റി നിർത്തി ഈ ഭാഗവതത്തിന് മുന്നിൽ അങ്ങനെ വന്നിരിക്കണുണ്ടോ, അവർക്ക് ഇതാ പരമമായിരിക്കുന്ന ആനന്ദത്തിനെ ഭഗവാൻ പ്രദാനം ചെയ്യുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു ശബരിമലയിലൊക്കെ പോകണമെന്നുണ്ട് വെച്ചാൽ എന്തൊക്കെ പ്രയാസം ഉണ്ടാലേ. കറുപ്പ മുണ്ട എവിടുന്നാ കിട്ടുക നോക്കണം, മാല എവിടുന്നാ കിട്ടുക നോക്കണം. അത് കഴിഞ്ഞ് രാവിലെ നേരത്തെ എണീറ്റ് ഭഗവാനെ ശബരിമലയ്ക്ക് അങ്ങോട്ട് പോകാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ കണ്ട ആളല്ല, എന്തൊക്കെ വ്യത്യാസം അല്ലേ. ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭഗവാനെ മനസ്സിലേക്ക് ഇതാ ധ്യാനിച്ച്, അതോ ശബരിമല കയറ്റം അങ്ങോട്ട് പറഞ്ഞാലോ കാലുവേദനയായിട്ട് വയ്യ, മേലുവേദനയായിട്ട് വയ്യ അല്ലേ. ഇങ്ങനെ പല രീതിയിൽ ഭഗവാനെ ഉപാസിച്ച് അവിടെ അതാ എത്തിച്ചേരണം. എന്നാ സപ്താഹയജ്ഞത്തിൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. വലിയ പ്രയാസമില്ല, ഇവിടെ വന്ന് ഇരിക്കുക മാത്രമേ വേണ്ടൂ അല്ലേ, ഇവിടെ ഇരിക്കേ വേണ്ടൂ. സാധാരണ ചോദിക്കും, സപ്താഹത്തിൽ വന്നാൽ ഏത് വഴിപാടാണ് കഴിക്കേണ്ടത്, ഏതാ ഏറ്റവും കേമായിട്ടുള്ള വഴിപാട്? പല ആൾക്കാർക്കും അങ്ങനെ ആഗ്രഹം, ഏറ്റവും വലിയ വഴിപാട് കഴിക്കാൻ സാധിക്കണേ ഭഗവാന്. സപ്താഹത്തിൽ വന്നാൽ ഏറ്റവും വലിയ വഴിപാട് ഏതാ? ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ വഴിപാട് കഴിക്കുന്ന ആൾ. അപ്പോൾ ഏറ്റവും വലിയ വഴിപാട് വേണം എനിക്കെന്നൊക്കെ പല ആൾക്കാരും പറയും. ഏതാ സപ്താഹത്തിൽ വന്നു കഴിഞ്ഞാൽ ഏത് വഴിപാടാണ് കഴിക്കേണ്ടത്, ഏത് വഴിപാടാണ് കഴിക്കേണ്ടത് അല്ലേ? അതാണ് പ്രഹ്ലാദൻ നമ്മളോട് പറഞ്ഞു തരുന്നു. ഒരു വഴിപാട് എന്തായാലും കഴിക്കണം പറഞ്ഞു. ഏത് വഴിപാടാണ് കഴിക്കേണ്ടത്? ശ്രവണം. ഭാഗവതം കേൾക്കുക എന്നുള്ളതാണ് സപ്താഹയജ്ഞത്തിലെ പ്രത്യേകത. ഭാഗവത പാരായണം കേൾക്കുക, ഭാഗവത പ്രഭാഷണം കേൾക്കുക അല്ലേ, അതാണ് നടത്തേണ്ടതായിരിക്കുന്ന വഴിപാട്. മറ്റതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ഓരോ ആൾക്കാർക്കും ഓരോ താല്പര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ താല്പര്യത്തിനൊക്കെ അനുസരിച്ച് അവരവർക്ക് വേണ്ടതായിരിക്കുന്ന വഴിപാടുകളൊക്കെ താ നടത്താം. പക്ഷെ നടത്തേണ്ട ഒരു വഴിപാട് എന്ന് പറഞ്ഞാൽ ശ്രവണമാണ്, കേൾക്കുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അല്ലേ. ഇത് കേൾക്കാതെ വേറെ ഓരോ കാര്യത്തിൽ ഓടിപ്പോയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. കേൾക്കുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ശ്രവണമാണ് ഉണ്ടാവേണ്ടത്. ശ്രവണം ഉണ്ടായിക്കഴിഞ്ഞാലോ ഒരു പ്രയാസവും ഇല്ല. ശ്രവണത്തിന് പ്രയാസമുണ്ട്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാത് തുറന്നേക്കുക മാത്രമേ വേണ്ടൂ. ത്രപിപന്തിയേ ഭഗവത ആത്മനസ്സദാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്ദിതേ വിഷയവിദൂഷിതാശയം വ്രജന്തി തച്ചരണസരോരുഹാന്തികം പിബന്തിയേ ഭഗവത ആത്മനസ്സദാം പിബന്തി. കേൾക്കാനായിട്ട് സാധിക്കണം. അതാണ് നമ്മൾ ഇന്നലെ ഒരു മഹാത്മാവിനെ ഉദാഹരണമായിട്ട് പറഞ്ഞു. ആരാണ്? ഭാഗവതത്തിൽ ആദ്യമായിട്ട് വന്ന ആചാര്യൻ. ഇന്നലെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഗോകർണൻ അല്ലേ. ഗോകർണൻ എന്നാണ് ആ ആചാര്യൻ്റെ പേര്. ഇതാ ഗോകർണൻ്റെ പ്രത്യേകത. ഗോകർണൻ അല്ലേ.
പശുവിൻ്റെ കർണം പോലെയാണ്, പശുവിൻ്റെ കാത് പോലെ കാതുള്ള ആളാണ് ഈ ഗോകർണൻ. അപ്പം കാതുകൊണ്ടാണല്ലോ നമ്മൾ കേൾക്കുക, കാതുകൊണ്ടാണ് ഭഗവത് കാര്യങ്ങൾ കേൾക്കേണ്ടത്. എന്താ കാതിൻ്റെ പ്രത്യേകത? കാതിൻ്റെ രൂപം ഒന്ന് നോക്കി നോക്കുക. കാതിൻ്റെ രൂപം അല്ലേ എങ്ങനെയുള്ളതാ? ഇവിടെ അങ്ങനെ രൂപമുള്ള ഒരു സാധനമുണ്ട് സ്ത്രീകളൊക്കെ ഉപയോഗിക്കണേ. പണ്ടൊക്കെ സ്ത്രീകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അത് അല്ലേ, നെല്ലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് അല്ലേ. എന്താ അത്? നേരെ മുന്നിൽ അതാ നിൽക്കണം അല്ലേ. അതേ ആകൃതിയല്ലേ അല്ലേ, മുറത്തിൻ്റെ ആകൃതിയാണ് പറയും അല്ലേ. ആ കാതിന് എന്തിൻ്റെ ആകൃതിയാ? മുറത്തിൻ്റെ. മുറന്നല്ലേ പറയാൻ കേട്ടോ? അതല്ല സാധാരണ നെല്ലൊക്കെ ചേരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം അല്ലേ. അതിൻ്റെ ആകൃതിയാണെന്ന് പറയും അല്ലേ. എന്താ അതിൻ്റെ പ്രത്യേകത? പ്രത്യേകത അല്ലേ? രണ്ട് വസ്തുക്കൾ, ഒന്ന് അരിപ്പയും മുറും. ഞങ്ങളൊക്കെ ഭാഗത്തേക്ക് മുറന്നാണ് അവിടെ അരിപ്പയുടെ പ്രത്യേകത എന്താണ്? വേണ്ടതിനെ പുറത്തേക്ക് മാറ്റി വേണ്ടാത്തതിനെ ഉള്ളിൽ വെക്കും അല്ലേ. അരിപ്പ ചായയൊക്കെ ഇരിക്കുന്ന സാധനം കണ്ടല്ലേ. അതിൽ വേണ്ടാത്തതൊക്കെ അവിടെ തന്നെ കിടക്കൂത്രേ, വേണ്ടതിനെ പുറത്തേക്ക് ഇതാ മാറ്റും അല്ലേ. അതാണല്ലോ അരിപ്പ ചെയ്യണത്. എന്നാൽ ഈ നെല്ലൊക്കെ ചേർന്നതായിരിക്കുന്ന മുറത്തിൻ്റെ പ്രത്യേകതയോ എന്താ ചെയ്യാതെ? അത് വേണ്ടാത്തതിനെ പുറത്തേക്കാക്കി വേണ്ടതിനെ ഉള്ളിലേക്ക് ഇതാ എടുത്ത് വെക്കും അല്ലേ. ഇപ്പം എന്താ ആവേണ്ടത്? ശരിക്കും ആലോചിച്ച് നോക്കൂ. നമ്മളെ ചെവി എന്തായിട്ട് മാറണം? അരിപ്പിയായി വേണ്ടത് അതല്ല അല്ലേ, മുറത്തിൻ്റെ ആകൃതി ആവണം എന്ന് പറയും അല്ലേ. അതാണ് ഗോകർണൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അല്ലേ? നല്ലതിനെ മാത്രം ഉള്ളിൽ വെക്കുന്ന ആളെയാണ് ഗോകർണൻ എന്ന് പറയുക. വേണ്ടതിനെ മാത്രം ഉള്ളിലേക്ക് എത്തിച്ചേരുന്നു. അതാണ് ഭാഗവത മഹാത്മ്യത്തില് ആദ്യത്തെ ശ്ലോകം തന്നെ. അജ്ഞാനദ്വാന്ത വിധ്വംസ കോടി സൂര്യ സമപ്രഭ സൂത ആഖ്യാഹി കഥാസാരം മമ കർണരസായനം. മമ കർണരസായനം, എൻ്റെ കാതിന് രസായനമായിരിക്കുന്ന ഭഗവാന്റെ ആ കഥകളെ അങ്ങതാ പറഞ്ഞു തരൂ അല്ലേ. കാതിന് കാതിനെ പറ്റിയിട്ടാ പറയണത്. ആണ് സപ്താഹയജ്ഞത്തിലെ കാതിന് നല്ല പ്രാധാന്യമുണ്ട് അത്രേ. പിബന്തിയേ ഭഗവത ആത്മനസദാം കഥാമൃതം ശ്രവണപുടേഷു സംവൃതം. ശ്രവണപുടേഷു ഇപ്പം രാവിലെ ഇനി കുളിയൊക്കെ കഴിഞ്ഞാൽ എന്താ വേണ്ടത്? കാതൊന്ന് വൃത്തിയാക്കണം. അല്ല ബഡ്സൊക്കെ ഇട്ടിട്ട് കാതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും ഉണ്ടെച്ചാൽ അതൊക്കെ പോകണം. ഇനി നാളെ ഇന്നെന്തായാലും തരായില്ല എന്ന് കേൾക്കുന്ന രീതിയിലൊക്കെ കേൾക്കുക. ഇനിയിപ്പോൾ നാളെ കുളി കഴിഞ്ഞാൽ പല ആൾക്കാരും വിചാരിച്ചു ഇനിയിപ്പോൾ ബഡ്സ് എവിടുന്നാ കിട്ടാൻ വെച്ച് അങ്ങാടിക്ക് ഓടാൻ വേണ്ടി പുറപ്പെടാണ്ട് വെച്ചാൽ മതി അല്ലേ. കാതൊക്കെ നല്ലോണം വൃത്തിയാക്കി. പിബന്തിയേ ഭഗവത ആത്മനസതാം കഥാമൃതം. ഭഗവാന്റെ ആ കഥാമൃതനെ അല്ലെ, ആ കഥാമൃതനെ കാതിലൂടെ ഇങ്ങനെ കേട്ട് 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 നമ്മൾ ഇന്നലെ കേട്ടല്ലോ. എങ്ങനെയൊക്കെ കേൾക്കണം അല്ലേ. നേത്രൈ ശ്രോത്രൈശ്ച ബീത്വാ, കാതുകൊണ്ടും കണ്ണുകൊണ്ടും ഭഗവാനെ നന്നായിട്ട് അങ്ങനെ കുടിച്ച് 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 എത്രത്തോളം കുടിക്കാൻ പറ്റും അത്രത്തോളം കുടിക്കണം എന്നാണ് പറയുക അല്ലേ. അതാണ് ഭാഗവതമൊക്കെ എത്രത്തോളം കുടിക്കാൻ പറ്റൂ, എത്രത്തോളം കുടിക്കണം എന്നുള്ളത് ആരാ നമ്മൾ പറഞ്ഞുതരാം? കുടിയന്മാരോട് ചോദിച്ചാൽ മതി, അവരെ പറഞ്ഞുതരും എത്രത്തോളം കുടിക്കണം എന്നുള്ളത്. നല്ല കുടിയന്മാരുണ്ടാവും. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഒന്നാം തരം കുടിയന്മാർ. ഇപ്പം അങ്ങനെ കാണുന്നില്ല ആൾക്കാർ. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് വെച്ചാൽ വൈകുന്നേരം ഒരു 4:30-5 മണിയാണ്ടായാൽ തുടങ്ങും. ചിലവർ രാവിലെ തന്നെ തുടങ്ങും അങ്ങനെ കുടിച്ച് 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 ഒരു ബോധവും ഇല്ലാതെ എന്തൊരു ആനന്ദത്തിലാണ്, എന്തൊരു സന്തോഷത്തിലാണ് അവർ ഈ ലോകത്ത് നടക്കണത് അറിയില്ല അല്ലേ. അങ്ങനെ കുടിച്ച് 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 എന്ത് കുടിക്കണം? ഒരാൾ നന്നായിട്ട് കുടിച്ചു അത്രേ. അങ്ങനെ കുടിച്ചുകൊണ്ട് വെച്ചാൽ നല്ല ലഹരി വരും എന്നാ പറയുക അല്ലേ. ലഹരി എന്ത് ലഹരിയാണ്? എന്തിനെ കുടിച്ചാലാ ലഹരി ഉണ്ടാവുക അല്ലേ? ഹരിയെ കുടിക്കുമ്പോഴാണ് ലഹരി ഉണ്ടാവുക പറയുക. ഹരിയെ നന്നായിട്ട് ഇത് വേണം നമ്മൾ നന്നായിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആശ്രമിക്കും. അങ്ങനെ ഹരിയെ കുടിച്ച് ലഹരി വന്ന ഒരാളുണ്ട്. അയാളും അതെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ പരാ 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 അല്ലേ. അയാളൊക്കെ പരാ 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 എന്ന് പറഞ്ഞ് നടക്കുന്നത് കാണുന്ന ആൾക്കാർക്ക് തോന്നും ഇതെന്തോ കുടിച്ചതിൻ്റെ കുഴപ്പമാട്ടോ. അത് അവർ വിചാരിച്ച് കുടിച്ചതല്ല. അത് ഇതെന്ത് കുടിച്ചിട്ടാണ്? എന്ത് കുടിച്ചിട്ടാണ്? ഭഗവാനെ കുടിച്ച് 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 പരമമായിരിക്കുന്ന ആനന്ദത്തിൽ പലതരത്തിലുള്ള കുടിയന്മാർ. പായസം കുടിയന്മാർ ഒരു വിഭാഗമാണ് പറയുന്നത്. പായസം കുടിയന്മാർ
അവരങ്ങനെ കുടിച്ച് അല്ലേ. സാധാരണയ്ക്ക് പായസമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാലോ, ആദ്യം തന്നെ പായസം കുറച്ച് ഇലയിൽ ഒരു ഭാഗത്ത് ആദ്യം കുറച്ച് പായസം വിളമ്പും. അത് കഴിഞ്ഞിട്ട് എന്തിനാ ഈ ആദ്യം പായസം വിളമ്പണത്? പറഞ്ഞു തരിക. നീ ഓരോന്നും വല്ലാതെ അതും ഇതും വലിച്ച് വാരി കഴിച്ച് വയറ് അപകടമാക്കണ്ട, ഞാൻ വരുന്നുണ്ട്, ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം കുറച്ച് പായസം വിളമ്പണത് എന്ന് പറയും അല്ലേ. അപ്പം പിന്നെ ആൾക്കാർക്ക് ഒരു ധാരണയായി, വെറുതെ വേണ്ടാത്തത് ഓരോന്ന് അധികം വാങ്ങി കഴിക്കില്ലേ. അത് കഴിഞ്ഞ് പായസം വിളമ്പാൻ പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കയ്യിൽ വിളമ്പി, അപ്പോൾ ഒന്നും കൂടി വിളമ്പി അല്ലേ. രണ്ടാമത് വിളമ്പിയാൽ നമുക്കൊരു പ്രതീക്ഷയാണ്. ഒരു പ്രാവശ്യം വിളമ്പണുള്ളൂ വിചാരിക്കുക അല്ലേ. അമ്പലത്തിലൊക്കെ ഒരു പ്രാവശ്യം വിളമ്പണുള്ളൂ വെച്ചാൽ എന്താ അർത്ഥം? ഇതെന്തോ പ്രസാദമാണ് ഭഗവാൻ, അത് കഴിഞ്ഞു കേട്ടോ എന്ന് വിചാരിക്കും. പക്ഷെ രണ്ടാമത് വിളമ്പിയ അങ്ങനെയല്ല. രണ്ടാമത് വിളമ്പിയ പ്രതീക്ഷ അത് വിളമ്പാൻ വേണ്ടി ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ അല്ലേ. അപ്പോൾ പിന്നെ ഒരു കയ്യിലൂടി വിളമ്പി എത്ര വിളമ്പിയാലും എടുത്ത് കഴിക്കുക അത്രയാൾ. അപ്പോൾ കഴിക്കുന്നതൊക്കെ തോന്നി എന്നാ പിന്നെ കാണിച്ചു തരാം കേട്ടോ. എന്നാൽ അയാൾ അവിടെ നിന്നങ്ങോട്ട് പായസം വിളമ്പാൻ തുടങ്ങി ഇത്രയും. അങ്ങനെ വിളമ്പി അങ്ങനെ മതിയായി കഴിഞ്ഞാൽ ഇയാൾ എന്താ പറയുക? മതി പറയും. മതി എന്ന് പറഞ്ഞാൽ എന്ത് വേണം? മതി എന്ന് പറഞ്ഞാൽ അപ്പം രണ്ട് കയ്യിൽ പായസം അവിടെ വിളമ്പണം എന്നർത്ഥം. കാരണം മതി എന്നുള്ളത് രണ്ടക്ഷരമാണല്ലോ അല്ലേ. ദാതവ്യം എന്ന് പറയും. മതി എന്ന് പറഞ്ഞാൽ എന്ത് വേണം? രണ്ട് കയ്യിൽ പായസം അപ്പം തന്നെ വിളമ്പണം. അങ്ങനെ നല്ല അറിവുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ ഇലയിൽ സംശയമില്ല, ഒന്നും ഉണ്ടാവാൻ പാടില്ല പറയും. ഒരു വറ്റ് പോലും ബാക്കിയാക്കാതെ വേണം ഭക്ഷണം കഴിക്കുക എന്ന് പറയും അല്ലേ. ഇതാണല്ലോ സ്വാമിജിയോട്, രമണാനന്ദ ആശ്രമത്തിൽ സ്വാമിജി എന്നും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇലയിൽ ഒരു തരി പോലും ബാക്കിയാക്കാതെ മുഴുവനും എടുത്തങ്ങോട്ട് കഴിക്കും അത്രേ. ഒരു വറ്റ് പോലും ഇല്ലാതെ ഇല വൃത്തിയാക്കിയിട്ടാണ് സ്വാമിജി ഭക്ഷണം കഴിക്കുക. അപ്പോൾ അവിടെ ഒരു പരിചാരക ഉണ്ടായിരുന്നു അത്രേ. അതേ എന്നും ഇങ്ങനെ ഇയാൾ ഭക്ഷണം കഴിക്കണമെന്ന് കണ്ട സമയത്ത്, സ്വാമിജി ഭക്ഷണം കഴിക്കണമെന്ന് കണ്ട സമയത്ത് സ്വാമിജിയോട് ചോദിച്ചു, എന്താ സ്വാമി ഈ ഇലയൊക്കെ എങ്ങനെ കഴിച്ചിട്ടുണ്ട് വെച്ചാൽ, ഈ ഇലയൊക്കെ പാടെ പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വെച്ചാൽ, അപ്പോൾ അവിടെ ഒരാൾ വരും, 4 കാലും വാലുള്ള സാധനം വരും, അങ്ങോട്ട് നോക്കൂത്രേ. എനിക്ക് ഒരു തരി പോലും തരാതെ മുഴുവൻ കഴിച്ചില്ലേ, അതിന് തോന്നില്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ അതിന് ബാക്കിയാക്കിയിട്ടുണ്ടേ ചോദിച്ചു അത്രേ. അപ്പോൾ സ്വാമിജി അവിടെ ഇരുന്ന് മറുപടി എന്താ പറഞ്ഞത് അറിയും? താൻ കഴിച്ചതിൻ്റെ ബാക്കിയല്ല ആർക്കും കൊടുക്കുക. ഇനി അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെച്ചാൽ എന്ത് വേണം? നാളെ മുതൽ ഇനി ഇവിടേക്ക് വരുന്ന സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം കൊടുത്തിട്ട് മതി എനിക്ക് ഭക്ഷണം തീരുമാനിച്ചു അത്രേ. അതാണ് സ്വാമിജിയുടെ പ്രത്യേകത അല്ലേ. അവിടെ വരുന്നതായിരിക്കുന്ന സകല ജീവജാലങ്ങൾക്കും ആദ്യം തന്നെ ഭക്ഷണം കൊടുക്കും. അതല്ലാതെ പല ആൾക്കാരും ഓരോ ന്യായങ്ങൾ പറയും, ഇങ്ങനെ മുഴുവൻ കഴിക്കാൻ പാടില്ല. മുഴുവൻ കഴിക്കുന്നേ വേണ്ടത്, ഇലയിൽ എച്ചില് ബാക്കിയിടാനായിട്ട് ഇതാ പാടില്ല. അപ്പോൾ ഈ പായസം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല അറിവുള്ള ആൾക്കാരയച്ചാൽ ഇലയിലൊന്നും ബാക്കിയാക്കിയിടില്ല. അപ്പോൾ 2 കയ്യിൽ വിളമ്പി അതെടുത്ത് കഴിച്ചു. പിന്നെ അയാൾ എന്താ പറയുക? മതി പറയുക. മതി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യണം? നേരത്തെ മതി പറഞ്ഞപ്പോൾ 2 കയ്യിലാണ് വിളമ്പിയെന്ന് വെച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എത്ര കയ്യിൽ വിളമ്പണം? 4 കയ്യിൽ പായസം വിളമ്പി ഇത്രേ. ഭഗവാനെ 4 കയ്യിൽ പായസം വിളമ്പിയാൽ ഇയാളോ അത് വെറുതെ ആക്കില്ല, ഇലയിൽ ഒക്കെ വിളമ്പിയോ അത് എന്തായാലും കഴിക്കും. അത് കഴിച്ചു അത്രേ. പിന്നെ എപ്പോഴാ പായസം നിർത്തുക ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പായസം വിളമ്പുന്ന ആളുടെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയൂ അത്ര, അയ്യോ ഇനി പായസം വിളമ്പിണ്ട് വെച്ചാൽ ഞാൻ മരിച്ചു പോവേ ഭഗവാനേ. അത് വായെന്നൊന്നുമല്ല അതിൻ്റെ ആ വാക്ക് വരിക അല്ലേ. അന്നതേയം സിംഹഗർജനം പറയും. സിംഹത്തിൻ്റെ ശബ്ദം ഇവിടുന്നാ വരിക? സിംഹ ശബ്ദം ഉണ്ടാക്കണത് കണ്ടല്ലേ? സിംഹത്തിൻ്റെ ശബ്ദം എവിടുന്നാ വരിക? അത് വയറിൻ്റെ ഉള്ളിൽ നിന്നാ വരിക അത്ര അല്ലേ. അങ്ങനെ ഒരു ശബ്ദം വരാണ്ട്. നദേയം സിംഹഗർജനം. ഇനി എനിക്ക് പായസം വേണ്ടിയിട്ട് വെച്ചാൽ പിന്നെ തെക്കേ ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പായസം വിളമ്പാൻ പാടില്ല. അപ്പം ഇങ്ങനെ കഴിച്ച് ആനാസികം കഴിക്കാന്ന്. ആനാസികം കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂക്കറ്റം കുടിക്കുക എന്നർത്ഥം അല്ലേ. ഈ മൂക്കറ്റം കുടിക്കണം വെച്ചാൽ എന്ത് വേണം? മൂക്കറ്റം കുടിക്കണം എന്ന് വെച്ചാൽ വായൻ്റെ മുകളിലല്ലേ മൂക്ക് അല്ലേ. അപ്പം മൂക്കറ്റം കുടിക്കണം എന്ന് വെച്ചാൽ വായൻ്റെ മേലോട്ട് പോവും. അതില്ലേ. അപ്പോൾ പായസം മൂക്കറ്റം കുടിക്കണം വെച്ചാൽ ഈ പായസം കുടിയന്മാർ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, വായയിൽ വരെ അങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മലനാട് കിടക്കും ഇത്രേ. അപ്പോൾ പിന്നെ 2 പാത്രമുണ്ട്. ഒരു പാത്രത്തിൽ നിറച്ച് പായസം ഉള്ള ഒരു പാത്രം, പിന്നെ പായസം ഇല്ലാത്ത വേറെ ഒരു പാത്രം.
എന്നിട്ട് പായസമുള്ള പാത്രത്തിൽ നിന്ന് പായസം ഇങ്ങനെ എടുത്ത് ഈ വായ പൊളിച്ചിട്ട് അയാളെ വായയ്ക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും. എന്നിട്ട് വേറൊരു സ്പൂൺ എടുത്ത് വായയിലുള്ള പാത്രം എടുത്ത് വേറൊരു പാത്രത്തേക്ക് എന്നിട്ട് പുതിയ പായസം അതിലേക്ക് തന്നെ കൊടുക്കും. ഇങ്ങനെയൊക്കെ പായസം കഴിച്ച് ഇപ്പം നല്ലൊരു പായസം കുടിയാനോട് ചോദിച്ചു, നിങ്ങൾക്ക് എപ്പോഴാണ് ഈ പായസം കുടിച്ച് മതിയാവുക? അതിപ്പം മതിയാവുക എന്ന് പറയാൻ എങ്ങനെയാ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പായസത്തിൻ്റെ വലിയൊരു പാത്രം ഉണ്ടാക്കുക, അത് തന്നെ ഒരു കുളം, പായസം കൊണ്ടൊരു കുളം ഉണ്ടാക്കുക അല്ലേ, പാലട പ്രഥമനെ കൊണ്ടൊരു കുളം ഉണ്ടാക്കി, എന്നിട്ട് ആ കുളത്തിലേക്ക് എടുത്തങ്ങോട്ട് ചാടുന്ന സമയത്ത് ഇങ്ങനെ പായസത്തിൽ അങ്ങനെ പൊങ്ങി മുങ്ങില്ലേ, ആൾക്കാരിക്കരെ പായസത്തിൽ മുങ്ങി അപ്പോൾ മൂക്ക് കൂടി വായെ കൂടി ഇങ്ങനെ പായസം ഉള്ളിലേക്ക് ആവൂത്ര അല്ലേ, ഇഷ്ടത്തിനനുസരിച്ചു ഇഷ്ടമില്ലാതെ വായയിലേക്ക് ഇങ്ങനെ പായസമായി. ഇതേപോലെ ഭഗവാന്റെ കഥകൾ. ഏതാണ് ഈ പായസം? സംസാര സിന്ധുമതി ദുസ്തരമുത്തിതീരുഷോ നാണ്യപ്ലവോ ഭഗവത പുരുഷോത്തമസ്യാം ലീലാ കഥാരസ നിഷേവണമന്തരേണ. ഭഗവാന്റെ ലീലാ കഥകളാകുന്ന ആ പായസത്തിലേക്കാണത് ഇറങ്ങുന്നത്. ആ ഭഗവാന്റെ കഥയിലേക്ക് അങ്ങനെ ഇറങ്ങി നേത്രേ ശ്രോത്രൈശ്ച വീത്വാ, കാതുകൊണ്ടും തൻ്റെ കണ്ടുകൊണ്ടും ഭഗവാനെ തന്നെ ഇതാ കുടിച്ച് പരമമായിരിക്കുന്ന ആനന്ദത്തിലേക്ക് ഇതാ എത്തിച്ചേരാനായിട്ട് സാധിക്കണോ. പിബന്തിയേ ഭഗവത ആത്മനസ്സദാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം. സത്തായിരത്തിൻ്റെ പ്രത്യേകത അവിടെ വന്ന് ഇരിക്കുക മാത്രമേ വേണ്ടൂ അത്രേ. കാത് നന്നായിട്ട് തുറന്ന് ഇവിടെ കണ്ട് ഇരിക്കാനായിട്ട് സാധിക്കുമ്പോൾ പ്രകാശിത കോപി നവീന മാർഗ. ഇത്ര എളുപ്പത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ വേറൊരു യജ്ഞം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് ഇതാ സാധിക്കില്ല. എന്തേ വേണ്ടു? ഭക്തി ഉണ്ടാവണം എന്ന് പറയും. ഭക്തിയോട് കൂടിയിട്ട് ഭഗവാന്റെ അടുത്ത് ഇതാ എത്തിച്ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതാ പരമമായിരിക്കുന്ന ആനന്ദത്തിനെ ഭഗവാൻ ഇതാ പ്രദാനം ചെയ്യുന്നു. ജന്മാദ്യസ്യതരതശ്ചാർത്തേഷഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തിയൽ സൂരയ തേജോ വാലിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാധാംനാസ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആദ്യത്തെ ശ്ലോകത്തിന് തന്നെ സ്വരൂപലക്ഷണം എന്നാണ് പറയുക. എന്താണ് ഭഗവാന്റെ രൂപം? എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഭഗവാന്റെ രൂപം എന്താണെന്ന് ഒന്നറിയാൻ വേണ്ടിയിട്ട് അല്ലേ. ഇതുവരെ മനസ്സിലായില്ല കേട്ടോ എന്താ ഈ ഭഗവാന്റെ രൂപം എന്നുള്ളത്. എന്നാൽ ഭാഗവതം പഠിച്ചാൽ എന്താണ് ഈ ഭഗവാന്റെ സ്വരൂപം എന്നുള്ളത് അറിയാനായിട്ട് ഇതാ സാധിക്കണം. എന്താ ഭഗവാന്റെ സ്വരൂപം? ജന്മാദ്യസ്യത അസ്യ ജന്മാദി. ഇന്ന് നമ്മളെ കാണുന്നതായ ഈ ലോകത്തിനൊക്കെ കാരണം സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ്. കാരണത്തിനാണ് കൂടുതൽ പ്രാധാന്യം എന്ന് പറയും. കാര്യം പലതാണ് എന്നുണ്ടെങ്കിലും കാരണം ഒന്നായിരിക്കും അല്ലേ. കാരണം ഒന്നായിരിക്കും, കാര്യം പലതായിരിക്കും. ഏത് കാര്യമായാലും തിരക്കടില്ല, അതിനൊക്കെ കാരണം ഒന്നായിരിക്കും അല്ലേ. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പഴയ വീടൊക്കെ ആണെന്ന് വെച്ചാൽ ഓടൊക്കെ ഉള്ള വീടാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ വിചാരിക്കാതെ മഴ അങ്ങോട്ട് പെയ്തു. മഴ പെയ്ത സമയത്ത് ഇതാ കുറേശ്ശെ വെള്ളം താഴത്തേക്ക് ഇതാ വീഴുന്നുണ്ട്. അപ്പം അമ്മ എന്ത് ചെയ്തു? ഒരു പാത്രം എടുത്ത് വെച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോൾ മഴ പെയ്തു അല്ലേ. അപ്പോൾ വേറൊരു പാത്രം എടുത്ത് വെച്ചു. പിറ്റേ ദിവസം മഴ പെയ്ത സമയത്ത് വേറൊരു പാത്രം എടുത്ത് വെച്ചു. ഇങ്ങനെ എന്നും ഇങ്ങനെ മഴ പെയ്യുമ്പോൾ പാത്രം എടുത്തേക്കാണ് വേണ്ടത്, അതല്ല വേണ്ടത് അല്ലേ. പിന്നെന്താ നോക്കണം, എന്താ കാരണം അല്ലേ. എന്താ കാരണം നോക്കി. എന്താ കാരണം? ഓട് പൊട്ടിയതാണ് കാരണം, മനസ്സിലായി. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ്? ഈ ലോകത്ത് നമ്മളെങ്ങനെ രാവിലെ ആവണോ, എഴുന്നേൽക്കണോ, ഭക്ഷണം കഴിക്കണോ, കുളിക്കണോ, കടന്നുറങ്ങണോ, പിറ്റേ ദിവസം രാവിലെ ആവണോ, എഴുന്നേൽക്കണോ, കുളിക്കണോ എന്നാൽ അറിവുള്ള ആൾക്കാർ അവരൊരു സ്ഥലത്ത് ഇരുന്ന് അങ്ങനെ ചിന്തിക്കും. ഇതിനൊക്കെയുള്ള കാരണം ആരാണ്? സൂര്യൻ ഉദിക്കാനുള്ള കാരണം ആരാണ്? മഴ പെയ്യാനുള്ള കാരണം ആരാണ്? മദ്ഭയാദ്വാദിവാദോയം സൂര്യസ്തപതി മദ്ഭയാത് വർഷതീന്ദ്രോ ദഹത്യഗ്നി മൃത്യുശ്ചരതി മദ്ഭയാത്. മൃത്യുശ്ചരതി. ഈ ലോകത്ത് ഓരോ സമയത്തും ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കണം. നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ടായാലും ശരി, വേണ്ടാന്ന് വിചാരിച്ചിട്ടായാലും ശരി, അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ആവണുണ്ട്, ഉച്ചയാവണുണ്ട്. അവർ 10,000 ആൾക്കാർ ഇവിടെ നിന്നൊന്ന് പറഞ്ഞു നോക്കുക, ഉച്ചയാവണ്ട കേട്ടോ, പറഞ്ഞു നോക്കൂ, ഉച്ചയാവാതിരിക്കൂ, ഇന്ന് വൈകുന്നേരം ആവണ്ട.
ആരും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഒരു 50,000 ആൾക്കാർ അവിടെ നിന്ന് പറയാ ഇന്ന് വൈകുന്നേരം വേണ്ടാട്ടോ, അത് വൈകുന്നേരം വേണ്ടാട്ടോ, ഇത് വൈകുന്നേരം ആവട്ടെ, ഇന്ന് വൈകുന്നേരം ആവട്ടെ, അത് ആരും പറഞ്ഞിട്ട് കാര്യമില്ല. അതാരാണ് തീരുമാനിക്കുന്നത്? സാക്ഷാൽ ഭഗവാൻ ഇതാ തീരുമാനിക്കുന്നു. ഇതേപോലെ ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും ആരാ തീരുമാനിക്കുന്നത്? സാക്ഷാൽ ഭഗവാനാണ് ഇതാ തീരുമാനിക്കുന്നത്. നമ്മൾ വിചാരിക്കുക അതാക്കി തീർക്കാൻ പറ്റും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ അല്ലേ. അങ്ങനെയൊക്കെ വിചാരിച്ചു എന്നല്ലാതെ എന്തെങ്കിലും നടത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണുണ്ടോ? ആലോചിച്ച് നോക്കും. ഒരു സാധനം നമുക്കിതാ സാധിക്കുന്നില്ല. ഒന്നും നമുക്കിതാ ചെയ്യാൻ, നമ്മൾ വിചാരിച്ചതുപോലെ ഒരു കാര്യം പോലും നമുക്ക് നടത്താനായിട്ട് നാം സാധിക്കില്ല. ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്, ആ ഈശ്വരനാണ് ഈ ലോകത്തിനൊക്കെ കാരണമായിട്ടതാ ഇരിക്കുന്നത്. ജന്മാദ്യസ്യതുന്വയാതിതരതശ്ച അർത്ഥേഷു അഭിജ്ഞഃ സ്വരാട്. എങ്ങനെ ഈ ലോകത്തിനെ മനസ്സിലാക്കുക? അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ലോകത്തിനെ മനസ്സിലാക്കണം എന്ന് പറയും. അന്വയം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, വ്യതിരേകം എന്ന് പറഞ്ഞാൽ വേർതിരിയുക. 5 വസ്തുക്കളെ കൊണ്ട് ഉണ്ടായതാണ് ഇന്ന് ഈ കാണുന്നതായിരിക്കുന്ന പ്രപഞ്ചം. 5 വസ്തുക്കളെ കൊണ്ട് ഉണ്ടായത് കൊണ്ടാണ് ഇതിന് പ്രപഞ്ചം എന്നുള്ള പേര് തന്നെ കിട്ടിയത് അല്ലേ. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ എന്തായിട്ട് മാറുന്നു? 5 വസ്തുക്കളായിട്ട് മാറുന്നു അല്ലേ. നമ്മളൊക്കെ ശരീരം എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? 5 കാര്യങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതായിരിക്കുന്ന ഈ ശരീരം കുറച്ച് കഴിഞ്ഞാൽ എന്തായിട്ട് തീരണു? പഞ്ചഭൂതങ്ങളായിട്ട് മാറുന്നു. ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവാത്മാവ് ഭഗവാന്റെ അംശം വന്നിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്, ഇരിക്കാൻ സാധിക്കുന്നത്, കടന്നുറങ്ങാൻ സാധിക്കുന്നത്. ഭഗവാന്റെ അംശം ശരീരത്തെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലോ അല്ലേ. ഭർത്താവ് മരിച്ചതിച്ചാൽ ഭാര്യ അടുത്തിരുന്ന് ഇങ്ങനെ കരയും, ഭാര്യ മരിച്ചതിച്ചാൽ ഭർത്താവ് അടുത്തിരുന്ന് ഇങ്ങനെ കരയും അല്ലേ. എന്താ ഭാര്യ എന്ത് പറഞ്ഞിട്ടാ കരയുക? എന്ത് പറഞ്ഞിട്ടാ കരയുക? വേഗം എടുത്തുണ്ടോണേ ഭഗവാനെ, വേഗം എടുത്തുണ്ടോണേ അല്ലേ, വേഗം എടുത്തുണ്ടോണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാ കരയുക അല്ലേ. അല്ലാതെ ഏതെങ്കിലും ഭാര്യ പറഞ്ഞിട്ടൊക്കെ ഭർത്താവിനോട് നല്ല സ്നേഹമാണ്, ഒരു 4 ദിവസം കൂടി ഇവിടെ നോട്ടെ അല്ലേ, 4 ദിവസം കൂടി ഇവിടെ നോട്ടെ. ഒരു ദിവസം കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നേ തന്നെ നോക്കി പിടിക്കും, അപ്പം എന്നെ കൊണ്ടുപോയിക്കോളാൻ പറയും അല്ലേ. അപ്പം ഭഗവാന്റെ ആ ചൈതന്യ ശരീരത്തിനുള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലാതൊക്കെ ചീത്തവാസനൊന്നും ഇല്ലാതെ നമ്മളിവിടെ ഇരിക്കണത്. എന്നിട്ട് ശരീരത്തെ കണ്ട് മാറിപ്പോയി നോക്കണം. അപ്പം അറിയാം പിന്നെ ഒറ്റയാളും അടുത്തിരിക്കില്ല അല്ലേ. ആരാ അടുത്തിരിക്കുക? ഒരാൾ പോലും ഇത് അടുത്തിരിക്കില്ല. ഏറ്റവും സ്നേഹിച്ചതായിരിക്കുന്ന ഭർത്താവായാലും ശരി, ഭാര്യ ആയാലും ശരി, കുട്ടികളായാലും ശരി അല്ലേ, ആരും അടുത്തതായിരിക്കില്ല. അപ്പം അതൊക്കെ ശരീരത്തിൽ ഈ ജീവാത്മാവ് ഇരിക്കുന്ന സമയത്താണ് 5 വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുന്ന ഈ ശരീരം 5 വസ്തുക്കളായിട്ട് തീരുന്നു. ഈ ശരീരത്തിന് പല അവകാശികളുണ്ടാകുന്ന പറയാ അല്ലേ. എത്രയെത്ര അവകാശികളാണ്. വിവാഹം കഴിഞ്ഞാൽ ഭാര്യ പറയും ഇതെൻ്റെ ഭർത്താവ്, കുട്ടികളുണ്ടായാൽ കുട്ടികൾ പറയും ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മാമൻ, ഇതെൻ്റെ അമ്മായി എന്നൊക്കെ പറയും. ശരീരത്തിന് ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചത് വെച്ചാൽ ഭാര്യ അവിടെ ഇരുന്ന് കരഞ്ഞ്. ഇപ്പം കുട്ടികൾ വന്ന് ഈ അച്ഛൻ്റെ ശരീരമൊക്കെ എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ അമ്മയോട് പറയും അമ്മ ഇനി അവിടെ നിന്നാൽ മതി കേട്ടോ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം പറയും അല്ലേ. അത് കഴിഞ്ഞ് തീയിൻ്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ആ തീയ് അവിടെ ഇരുന്ന് പറയും മകനെ ഇനി നീ അവിടെ നിന്നാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. നീയും വല്ലാതെ കളിക്കുകയാണെന്ന് വെച്ചാൽ നീയും കൂടി ഞങ്ങളുടെ ഇതാ എത്തിപ്പെടും, അത്രയേ ഉള്ളൂ പറയും അല്ലേ. അപ്പോൾ അഗ്നിദേവൻ തീയ ഒരു അവകാശിയാണ്. നീ തീയിലല്ല ഈ ശരീരത്തിനെ കൊണ്ടിട്ടത് വിചാരിക്കുക, ഭൂമിയിലാണെന്ന് വെച്ചാലോ. അപ്പോൾ ഭൂമിദേവി ഒരു അവകാശിയാണ് ഇതാ നമ്മളെ ശരീരത്തിന്. ഇത് രണ്ടും ചിലപ്പോൾ ആൾക്കാർ ചെയ്തില്ല എന്ന് വരും, ചിലപ്പോൾ വെള്ളത്തിലാവട്ടുണ്ടാവുക. അപ്പോൾ വെള്ളത്തിൽ അലിഞ്ഞു പോണതാണ്. അതുകൊണ്ടാണല്ലോ ഇതിന് ദേഹം എന്ന് പറയുന്നത്. ദേഹം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദഹിച്ചു പോകുന്നതാണ്, ദഹിച്ചു പോകുന്നതാണ് ഈ ശരീരം അല്ലേ. എന്നുണ്ടാവും എന്ന് വെറുതെ വിചാരിക്കുക. ദഹിച്ചു പോകുന്നതാണ് ഈ ശരീരം. ഇത് ദേഹം, അദ്ദേഹം, ഇദ്ദേഹം എന്നൊക്കെ നമ്മൾ പറയാനുള്ള കാരണത. നമ്മളിതിങ്ങനെ പറയാമെന്നല്ലാതെ ഇതിൻ്റെ അർത്ഥം ആരും ആലോചിക്കുന്നില്ല. എന്നും പറയാറുണ്ടല്ലോ ദേഹം ദേഹം ദേഹം, നമ്മളെപ്പോഴും ഇതാ പറയുന്നുണ്ട്. പക്ഷേ ഈ ദേഹത്തിൻ്റെ അർത്ഥം നമ്മൾ ഒരിക്കലും ഇത് ആലോചിക്കുന്നില്ല. ഇതെന്നും ഉണ്ടാവും എൻ്റെ അടുത്ത്, എന്നും ഉണ്ടാവും എൻ്റെ അടുത്ത്. അതാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ പറയണതോ ഇത് ദഹിച്ച് പോണതാട്ടോ, ദഹിച്ച് പോണതാട്ടോ, ദഹിച്ച് പോണതാട്ടോ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മളെന്താ വിചാരിക്കണത്? ഇതെന്നും എൻ്റെ അടുത്ത് ഇതാ ഉണ്ടാവും ഇതാ വിചാരിക്കണം. അങ്ങനെ 5 വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുന്ന ഈ ലോകം 5 വസ്തുക്കളായിട്ട് ഇതാ തീരുന്നുണ്ട്. അതാണ് അന്വയം കൊണ്ടും വ്യതിരേകം കൊണ്ടും ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഇതിനെയൊക്കെ കൂട്ടി നിർത്തുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാനോ സ്വരാട്ട്, സ്വയം രാജിച്ചു കൊണ്ടിരിക്കുന്നയാളാണ്. ഭഗവാനെ പ്രകാശിക്കാൻ മറ്റൊരു വസ്തുവിൻ്റെ ആവശ്യമില്ല.
നമുക്കൊക്കെ പ്രകാശിക്കുന്ന വെച്ചാൽ എന്ത് വേണം? അല്ലേ? ഭഗവാൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കണം. കണ്ണുള്ളത് കൊണ്ട് കാണാനായിട്ട് പറ്റില്ല. കണ്ണൻ്റെ ഉള്ളിൽ ആ ചൈതന്യം കണ്ണൻ ഇരിക്കണം എന്ന് പറയും. കണ്ണിൻ്റെ ഉള്ളിൽ കണ്ണൻ ഇരിക്കുന്ന സമയത്തെ എന്തുള്ളൂ? കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ മൈക്കുണ്ടായതുകൊണ്ട് കാര്യമില്ല, മൈക്കുള്ളതുകൊണ്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ഇവിടെ അതാ ഒരു സാധനം അടുത്ത് വെച്ചിരുന്നു, എന്താ കാര്യം? ഒരു കാര്യമില്ല. അവിടെ അതാ വേറെ ഒരു പെട്ടി കൊണ്ടുവന്ന് വെച്ചിരുന്നു, അതിൻ്റെ അപ്പുറത്ത് എത്ര വയറാണ് വെച്ചതല്ലേ? ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് കാര്യമായില്ല. എന്ത് വേണം? കറണ്ട് വേണം. വരാത്തത് എന്താണാവോ? അല്ലേ? കറണ്ട് വേണം. കറണ്ട് ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ, അല്ലേ? അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ടായിട്ട് പ്രവേശിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. ആ ഈശ്വരൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇതാ ഉണ്ടാവണം എന്ന് പറയും. അനവധി മുത്തുകളുടെ ഇടയിലൂടെ നൂല് സഞ്ചരിക്കുന്ന സമയത്തെ അത് മാലയായിട്ട് ഇതാ തീരുന്നുള്ളൂ. അതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചതായിരിക്കുന്ന ഓരോ ഇന്ദ്രിയങ്ങളുടെയും ഇടയിൽ സാക്ഷാൽ ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നത്, ഇരിക്കാൻ സാധിക്കുന്നത്, കടന്നുറങ്ങാനായിട്ട് ഇതാ സാധിക്കുന്നത്. ആ ഭഗവാനെയാണ് സ്വരാട്ട് എന്നും രാജിച്ചു കൊണ്ടിരിക്കുന്നയാള് എന്ന് പറയുന്നത്. വസ്തു ശിവദം, ആ ഭഗവാനാണ് ഇതാ വസ്തു, അല്ലേ? വസ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനാ വസ്തു എന്ന് പറയാ. എന്തിലേക്കാണോ ലയിക്കുന്നത് അതിനാണ് വസ്തു, അല്ലേ? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു പറഞ്ഞാൽ ഏതാ അവിടെ വസ്തു? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചു പറഞ്ഞാൽ എന്താണോ കാണുന്നത് അതാ വസ്തു പറയും, അല്ലേ? എന്താ കാണുന്നത്? പിന്നെ വെള്ളമാണ് കാണുന്നത്, അപ്പൊ വെള്ളമാണ് ഇതാ വസ്തു. അതേപോലെ ഇതൊക്കെ അങ്ങനെ ലയിച്ച് സാഖ്യയോഗം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ അങ്ങനെ ലയിച്ച് അവസാനം എവിടെയാണോ എത്തിച്ചേരുന്നത് അതിനാണ് വസ്തു എന്ന് പറയാ. സാക്ഷാൽ ഭഗവാൻ വസ്തു ശിവദം. ആ വസ്തു എന്നും രാജിച്ചു കൊണ്ടിരിക്കുന്നതാണ്, എന്നും ഈ ലോകത്തതായിരിക്കുന്നുണ്ട്. നമ്മളില്ലാത്ത സമയത്തും ശ്രീകോവിലാരുണ്ട്? പ്യൂർലി സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു ഭഗവാൻ അവിടെ ഇതായിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഉള്ള സമയത്തും ശ്രീകോവിൽ ഭഗവാനുണ്ട്, അല്ലേ? ഇനിയിപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് യാത്രയായി കഴിഞ്ഞാലും ചില ആൾക്കാർ 7 ദിവസം കഴിഞ്ഞാൽ പോകും, ചില ആൾക്കാർ 15 ദിവസം കഴിഞ്ഞാൽ, ചില ആൾക്കാർ 100 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ആരും കാണില്ല, അല്ലേ? 100 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ആരും 100 കൊല്ലമൊന്നും വേണ്ട ചേർന്ന് അപ്പം തന്നെ കാല് വേദന, മേല് വേദന, മുട്ട് വേദന, ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതിയായിരുന്നേ ഭഗവാനോ. ഇതൊക്കെ പ്രാർത്ഥിക്കാന്നല്ലാതെ പോകണമെന്നായിരിക്കും ആഗ്രഹമൊന്നുമില്ല കേട്ടോ. അതിലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു അത്രേ. ആ മുത്തശ്ശി അമ്പലത്തേക്ക് എന്നും ഇങ്ങനെ വന്ന് അമ്പലത്തിൻ്റെ വലിയ വിൽക്കൻ്റെ അടുത്തെത്തി അങ്ങോട്ട് തുടങ്ങും അത്രേ. അപ്പോഴാണ് ഭഗവാനെ കാണാൻ, ശ്രീകോവിലുള്ള ഭഗവാനെ. എന്നിട്ട് അവിടെ ഇരുന്ന് ഉറക്കം ഇങ്ങനെ പ്രാർത്ഥിക്കുക, എന്നെ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതിയായിരുന്നേ, എന്നെ ഒന്ന് എടുത്തോളണേ ഭഗവാനെ, എന്നെ എടുത്തോളണേ ഭഗവാനെ. അവിടെ പൂജ കഴിക്കുന്ന ആക്കാച്ചാ സൂര്യൻ എന്ന് പറഞ്ഞതില്ല, അതുകൊണ്ട് വന്ന് കഴിക്കാറില്ല. ഇങ്ങനെ ഉറക്കം പറഞ്ഞ്. അപ്പൊ അവിടെ ഒരു ചെറുപ്പക്കാരനാ പൂജ കഴിക്കാണ്ടായിരുന്നു, ഞാനല്ല കേട്ടോ, വേറെ. ആ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് തിന്നാ ശരി, ഇതൊന്ന് നിർത്തണമല്ലോ വിചാരിച്ചു അത്രേ. അങ്ങനെ അമ്പലത്തിൽ ശ്രീകോവിലുള്ളിൽ പറഞ്ഞ വലിയൊരു വിഗ്രഹം എന്താ ഇത് പറയും. ഇയാളൊരു ദിവസം വിഗ്രഹത്തിന്റെ പിന്നൽ ഒളിഞ്ഞിരുന്നു ഈ മുത്തശ്ശി വരുന്ന സമയത്ത്. എന്നിട്ട് ആ മുത്തശ്ശിയോട് അവിടെ ഇരുന്ന് ഉറക്ക പറഞ്ഞു, അമ്മയുടെ ആഗ്രഹത്തിന് ഞാനിതാ സാധിപ്പിച്ചു തരാം. അടുത്ത വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി ഞാനിതാ എത്തിച്ചേരുന്നതാണ് എന്ന് എപ്പോഴാണോ പറഞ്ഞത് പിന്നെ എന്നെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞില്ല അത്രേ. കഴിഞ്ഞു കഥ, അല്ലേ? ഇതൊക്കെ നമ്മളങ്ങനെ പറയാച്ചാലും ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? ഈ ലോകത്തുനിന്ന് യാത്രയാവാൻ ആർക്കാണ് ഇഷ്ടമുള്ളത്? ഈ എന്നോട് യാത്രയാകാൻ ഒരാൾക്കും ഇഷ്ടമില്ല. അവരെല്ലാവരും ഒരു ഉറക്കം പറയാം, എന്നെ ഇവിടുന്ന് എടുത്തോളണേ ഭഗവാനെ, എന്നെ കൊണ്ടോണേ എന്നൊക്കെ പറയാന്നല്ലാതെ അല്ലേ ആർക്കാഗ്രഹമുള്ളത് അല്ലേ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ പങ്കിട്ട് പോണത്? കാലം വന്ന് വിളിച്ച് കഴിഞ്ഞാൽ പോണതുള്ളത് ഒറ്റയാൾക്ക് പോലും ഇത് ആഗ്രഹമില്ല അല്ലേ? എല്ലാവരും എന്താ വിചാരിക്കുന്നത്? ഇവിടെ തന്നെ കുറച്ചാൽ ഇവിടെ താമസിക്കണേ, ഇവിടെ തന്നെ കുറച്ചാൽ ഇവിടെ താമസിക്കണേ എന്നാണ്. പക്ഷെ താമസിക്കാൻ പറ്റുമോ ആലോചിച്ച് നോക്കൂ അല്ലേ? സാധിക്കുമോ? ഇവിടുന്ന് ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവർ ഒറ്റയാളെ പോലും നമുക്ക് ഇതാ കാണാനായിട്ട് ഇതാ സാധിക്കില്ല അല്ലെ? എല്ലാവരും ഇവിടുന്ന് യാത്രയാവും. ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും അവശേഷിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ആരാണ്? ശ്രീകോവില് സാക്ഷാൽ ഭഗവാൻ ഇതായിരിക്കുന്നുണ്ട്. ആ ഭഗവാനെയാണ് സ്വരാട്ട് എന്ന് പറയുന്നത്. വസ്തു എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനാണ്. മുഖ്യന്തിയൽ സൂരയ. കറണ്ട് വരും, കറണ്ട് പോകും. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അല്ലേ? നേരത്തെ പറഞ്ഞല്ലോ, ജീവൻ വരും, കുറച്ചു നേരം ശരീരത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കും, അങ്ങനെ ആ ജീവൻ അങ്ങോട്ട് പോകും. അത് തന്നെ അല്ലേ? എപ്പോഴും ഇതേപോലെ ഉണ്ടാവുന്നത് നമ്മൾ വെറുതെ വിചാരിക്കുക. എപ്പോഴും ഒരേപോലെ അവിടെ ഉണ്ടാവില്ല.
അതൊക്കെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ഇവിടെ ഈശ്വര ചൈതന്യം ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുള്ളൂ, ഇരിക്കാൻ സാധിക്കുന്നുള്ളൂ, കടന്നുറങ്ങാൻ സാധിക്കുന്നുള്ളൂ, ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. എപ്പോഴാ അത് ശരീരത്തിൽ വിട്ട് മാറിപ്പോവുക എന്നുള്ളത് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ സ്വരാട്ട് ഇതിനെ മുഴുവനും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഈ ലോകത്ത് ഉള്ളത് സാക്ഷാൽ ഭഗവാനാണ്. ഒരു മാറ്റവും ഇല്ലാതെ നിലനിൽക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ എന്തെങ്കിലും മാറ്റം ഉണ്ടോ ആലോചിച്ച് നോക്കൂ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ ഭഗവാന്? ഒരു മാറ്റവും ഇല്ല. ഒരേപോലെയാണ് ഭഗവാൻ ഈ ലോകത്ത്. എന്നാ നമ്മളുടെ സ്ഥിതിയോ? എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ, അല്ലേ? എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക്. 95 വയസ്സായ മുത്തശ്ശി തന്റെ കല്യാണത്തിന്റെ ആൽബം എടുത്ത് ഇങ്ങനെ മറക്കുക. അത്രയോ മുത്തശ്ശിക്ക് കാണിച്ചാൽ ഓരോ പേജും മറക്കാൻ സാധിക്കുന്നില്ല. എന്താ ചെയ്യാല്? ഓരോ പേജ് ഇങ്ങനെ നോക്കിയിട്ട് എന്നാ കല്യാണ ഫോട്ടോ. അന്ന് കല്യാണത്തിന്റെ അന്ന് സ്റ്റേജിന്റെ മുകളിലേക്ക് കയറുന്ന ഒരു പ്രത്യേക ഫോട്ടോ. എന്തൊരു ലജ്ജയായിരുന്നു ഭഗവാനെ അന്ന്. എനിക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേക ഫോട്ടോ. അത് കഴിഞ്ഞ് കയ്യിൽ ഇങ്ങനെ ആ മാല പിടിച്ച് നിൽക്കണ വേറൊരു ഫോട്ടോ. അങ്ങനെ മുഖത്തേക്ക് നോക്കാൻ പോലും വൈകാട്ടോ, അല്ലേ? തല താഴ്ത്തി നിൽക്കണ വേറൊരു ഫോട്ടോ, അല്ലേ? പിന്നെ കാലോട്ട് ഹാം എഴുതുന്ന ഫോട്ടോ വേറെ, റാദ് എഴുതുന്ന ഫോട്ടോ വേറെ, അല്ലേ? ഇപ്പോഴും ഫോട്ടോഗ്രാഫറെ കണ്ടാൽ 10 റുപ്യ കൊടുക്കണം എന്ന് തന്നെ ആഗ്രഹം. അത്ര നല്ല ഫോട്ടോഗ്രാഫർ. അയാളെ ഫോട്ടോ പ്രത്യേകമായിട്ട് എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. 40 സ്ഥിതിയോ 95 വയസ്സായിട്ട്, അല്ലേ? ഇപ്പം കണ്ണാടി നോക്കിക്കഴിഞ്ഞാലോ അന്നത്തെ രൂപമാണോ ആലോചിച്ച് നോക്കൂ. ഇപ്പം കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ കണ്ണാടി കുത്തി പൊട്ടിക്കാനാണ് തോന്നുന്നത്. ഞാൻ ഭഗവാൻ ഇങ്ങനത്തെ ഒരു രൂപം എനിക്ക് എന്താ വേണ്ടില്ലായിരുന്നു പറഞ്ഞല്ലേ? എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മളിതാ വരുന്നത്. ഇന്നലെ കണ്ടതായിരിക്കുന്ന സ്ഥലമാണോ ഇന്ന് കഴിഞ്ഞ സപ്താഹത്തിന് കണ്ട സ്ഥലമാണോ അത് ആലോചിച്ച് നോക്കൂലേ? കഴിഞ്ഞ സപ്താഹത്തിന് അത്രയൊന്നും വലിപ്പമില്ല സ്റ്റേജ്. ഇതൊരു മാറ്റം, അല്ലേ? പുതിയ രീതിയിൽ സ്റ്റേജൊക്കെ നന്നായിട്ട് അലങ്കരിച്ച്, അല്ലേ? എത്ര സൗകര്യമായി ഇതാ. കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും എന്തൊക്കെയോ മാറ്റങ്ങൾ, അനവധി മാറ്റങ്ങൾ. കഴിഞ്ഞ സപ്താഹത്തിന് നമ്മൾ വിചാരിച്ച ആൾക്കാരാണോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്? കഴിഞ്ഞ സപ്താഹത്തിനും വന്ന ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, അല്ലേ? അതേപോലെയാണോ നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കൂലേ? പല ആൾക്കാരുടെയും തലമുടിയൊക്കെ നിറമൊക്കെ മാറി, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം കൂടെ സപ്താഹത്തിന് വന്ന സമയത്ത് പല ആൾക്കാരുടെയും തലമുടിയൊക്കെ വെളുത്ത നിറായിരുന്നു. അപ്പോൾ അവരൊക്കെ കറുപ്പ് നിറായിട്ട് മാറി. ഇതൊരു മാറ്റം, അല്ലേ? ആൾക്കാർ തലമുടിയുടെ നിറം മാറി. കണ്ണ് കാണാത്ത ആൾക്കാരുണ്ടായിരുന്നു. പല ആൾക്കാരും കണ്ണ് കാണാൻ പറ്റി. പല ആൾക്കാരും കണ്ണടയൊക്കെ വെച്ചതാ നടന്നു, അല്ലേ? അപ്പൊ ഈ ലോകത്ത് മുഴുവനും മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ മാറ്റമില്ലാതെ ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്. ആ ഈശ്വരന് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ഓടാത്തതായിരിക്കുന്ന, ഇളകാത്തതായിരിക്കുന്ന ഒരു പാളം ഉള്ള സമയത്താണ് എന്തുള്ളത്? ഓടുന്നതായിരിക്കുന്ന ഒരു ട്രെയിൻ ഇതാണുള്ളത്, അല്ലേ? രണ്ടും കൂടി ഓടിയാച്ചുള്ള സ്ഥിതി ആലോചിച്ച് നോക്കൂലേ? അങ്ങനെ ഉണ്ടാവും, അല്ലേ? എപ്പോഴേ ഒരു നദിയുള്ളൂ? അനങ്ങാത്തതായിരിക്കുന്ന പ്രതലം ഉള്ള സമയത്ത് ഇങ്ങനെ അനങ്ങാത്തതായിരിക്കുന്ന വസ്തുവിലേക്ക് മനസ്സിനെ വെക്കാനായിട്ട് സാധിക്കണം എന്ന് പറയും. വലിയൊരു അശേഷ അവിടെ വേദസ്തുതിയിലൊക്കെ പ്രത്യേകമായിട്ട് വർണ്ണിക്കും. എന്ത് വേണം? അനങ്ങാത്തതായിരിക്കുന്ന പ്രതലത്തിലേക്ക് നമ്മളുടെ ആ കാല് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നു, അല്ലേ? വേദങ്ങൾ ഭഗവാനെ സ്തുതിക്കുന്നു. അങ്ങനെ ആ ഈശ്വരനെയാണ് അറിയേണ്ടത്. ആ ഭഗവാനെയാണ് സത്യം പരം പരമമായിരിക്കുന്ന സത്യസ്വരൂപൻ എന്നതാ വർണ്ണിക്കണത്, അല്ലേ? സത്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്തിനാ സത്യം എന്ന് പറയാ? ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, നാളെ ഉണ്ട്. അതിനാണ് സത്യം എന്നതാ പറയാ. നമ്മളൊക്കെ സത്യമാണോ ആലോചിച്ച് നോക്കൂ. ഇന്നലെ നമ്മളില്ല, അല്ലേ? 100 കൊല്ലം മുന്നേ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 100 കൊല്ലം മുന്നേ ആരെങ്കിലും കണ്ടുണ്ടോ? ഇനി 100 കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ആരെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുമോ? ഒരാളെ പോലും കാണാൻ സാധിക്കില്ല. പരമസത്യസ്വരൂപൻ സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാന് യാതൊരു മാറ്റവും ഇല്ല. സത്യം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഭഗവാൻ എന്നർത്ഥം. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്, ഇനി നാളെ ഉണ്ട്, അല്ലേ? അതിനാണ് സത്യം എന്നതാ പറയുക. സത്യത്തിനെ 3 തരത്തിലാണ് വർണ്ണിക്കുക. ഏതാണത്? അതാണ് വ്യാവഹാരിക സത്യം. ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. വ്യാവഹാരിക സത്യം, പിന്നെയോ പാരമാർത്ഥിക സത്യം, പിന്നെ പ്രാതിഭാസിക സത്യം എന്ന് പറയും. ഇപ്പൊ വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ വ്യവഹാരത്തിൽ സത്യമാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു,
അതിനാണ് വ്യാവഹാരിക സത്യം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പോൾ നമ്മൾ മുല്ലോർലി മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേജിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്, മുന്നിൽ കസാലുണ്ട്, അതിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അല്ലേ, ഇതൊക്കെ എപ്പോഴേ സത്യമായിട്ടുള്ളൂ? എപ്പോഴേ ഉള്ളൂ? ഈ 7 ദിവസം മാത്രമേ സത്യമായിട്ടുള്ളൂ. അല്ലേ, 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടെച്ചാലോ, 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ, 7 ദിവസം കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഇതൊന്നും കാണാനായിട്ട് സാധിക്കില്ല. അതിനാണ് വ്യവഹാരത്തിൽ സത്യമാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് കേൾക്കുമ്പോ ആളുകൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? ഞാൻ ഇപ്പൊ പറഞ്ഞത് വ്യാവഹാരിക സത്യത്തിനെ പറ്റിയിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു. എന്താ മനസ്സിലായത്? വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കുറച്ചു നേരം മാത്രം സത്യമായിട്ടിരിക്കുന്നത്, കുറച്ചു നേരം മാത്രമേ ഇതൊക്കെ സത്യമായിട്ടുള്ളൂ. ഈ ഭർത്താവ് എന്നും തന്റെ ഭർത്താവായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഈ ഭാര്യ എന്നും തന്റെ ഭാര്യയായിട്ടിരിക്കുന്നുണ്ടോ? ഈ കുട്ടികൾ എന്നും തന്റെ കുട്ടികളായിട്ടിരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മളിവിടുന്ന് മരിച്ച് വേറൊരു ശരീരം നമുക്ക് കിട്ടിയതെന്ന് വെച്ചാലോ, ഇവിടുന്ന് മരിച്ചു, ഈ സ്ഥലത്ത് മരിച്ചു, എന്താ കൊടകര എന്താ അവിടേക്ക് പറയാ അല്ലേ, ഈ സ്ഥലത്ത് മരിച്ചു, ചാലക്കുടി ഭാഗത്തുള്ള ഈ സ്ഥലത്ത് നമ്മൾ മുല്ലോർലി അമ്പലത്തിന്റെ മുന്നിൽ ഉള്ള വീടുള്ള ഒരാൾ മരിച്ചു. എന്നിട്ട് എവിടെയാ പോയി ജനിച്ചത്? തിരുവനന്തപുരത്താണ് പോയി ജനിച്ചത്. അപ്പോ ഇന്നലെ കണ്ട വീടാണോ ഇന്നത്തെ വീട്? എന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ അവിടെ കണ്ട വീടിനെയാണ് എന്റെ വീട് എന്നാ പറയണത്. അവിടെ കണ്ട ഒരാളെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു, എന്റെ അമ്മ എന്ന് പറഞ്ഞു, എന്റെ അമ്മാമൻ എന്ന് പറഞ്ഞു. അവിടെ കണ്ട അടുത്തുള്ളതായിരിക്കുന്ന ഒരു അമ്പലം, ഏതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോകാൻ എന്ത് എളുപ്പമാണ്. കഴിഞ്ഞ ജന്മത്തിലാണ് വെച്ചാൽ അവിടുന്ന് ട്രെയിൻ പിടിച്ച് പോകണം. വന്ദേ ഭാരത് എവിടെ ഒരു പ്രയാസവും ഇല്ല. അപ്പൊ രാവിലെ നേരത്തെ കട എഴുന്നേറ്റാൽ പത്മനാഭസ്വാമിയെ പോയിട്ട് തൊഴ, അല്ലെ, ഒരു പ്രയാസവും ഇല്ല. അത്ര എളുപ്പമായില്ലേ. അവിടുന്ന് മരിച്ച് കാസർഗോഡാണ് പോയി ജനിച്ചത്. കാസർഗോഡ് കണ്ട ഒരു വീടിനെ നമ്മൾ എന്ത് പറഞ്ഞു? എന്റെ വീട് എന്താ പറയണു. അവിടെ കണ്ട ഒരാളെ എന്റെ അച്ഛൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തൊരു അമ്പലമുണ്ട്. ഏതായിരുന്നു? അതാണ് വെച്ചാൽ ആദി പത്മനാഭസ്വാമി ക്ഷേത്രം. അവിടെയുള്ള അമ്പലത്തില് എത്ര എളുപ്പ പോയിട്ട് തൊഴാൻ വേണ്ടി പ്രയാസമില്ലാത്ത മോതലൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പോയി കണ്ടില്ലേ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ മാറാതിരിക്കുന്നത് എന്താണ്? ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ശരീരത്തിന്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഈ ജീവന് യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? ശരീരത്തിന് വേണ്ട കാര്യങ്ങൾക്കാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ശരീരത്തിന്റെ ഉള്ളിലുള്ള ഈ ജീവന്റെ കാര്യത്തിനാണോ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ട് എത്രത്തോളം കാലത്തേക്കേ ഉള്ളൂ? കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. ശരീരം മാറുന്നത് വരെയേ ഉള്ളൂ. ശരീരത്തിന്റെ ഉള്ളിലെ ജീവന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എത്രത്തോളം കാലം ഈ ജീവാത്മാവ് ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ? പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. എത്രത്തോളം കാലം നമ്മൾ ജനിച്ച് മരിച്ച് ഈ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ടോ അന്നത്തേക്കൊക്കെ ഉള്ളതായിരിക്കുന്ന പുണ്യകർമ്മമാണ് നമ്മളതാ ചെയ്യണത്. അതുകൊണ്ടാണ് മഹാത്മാക്കൾ നമ്മളോട് പറയുന്നത്, നിങ്ങൾ ഈ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ ജീവിതത്തില് മാറ്റി നിർത്തൂ, ത്യജിക്കൂ. ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ മാറ്റി നിർത്തൂ. എന്നിട്ട് എന്ത് വേണം? ശരീരത്തിനെ നിലനിർത്തുന്നതായിരിക്കുന്ന ജീവനാണ് ഞാൻ, അഹം ബ്രഹ്മാസ്മി. ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരമല്ല, ശരീരത്തിന്റെ ഉള്ളിൽ ഈ ശരീരത്തിനെ നിലനിർത്തുന്നതായിരിക്കുന്ന ജീവാത്മാവാണ്. ഭഗവാനെ ഉപാസിക്കൂ. ശരീരത്തിന്റെ സുഖം എന്ന് പറഞ്ഞാൽ ആകപ്പാടെ കുറച്ചു നേരെയുള്ളൂ. ഈ ക്ഷണികമായിരിക്കുന്ന സുഖത്തിനെ വിചാരിച്ച് അതിന്റെ പിന്നാലെ ഓടി നടക്കുകയാണിതാ നമ്മൾ, അല്ലെ. ശരീരത്തിന് എന്താ ഇഷ്ടം? കടന്നുറങ്ങാനാണ് ഇതാ ഇഷ്ടം. ഉറക്കം വരുന്ന സമയത്ത് ഇതാ കടന്നുറങ്ങുന്ന ആൾക്കാരല്ലേ. ഉറങ്ങാനാണ് ശരീരത്തിന് ഇഷ്ടം. കണ്ണിനെ ഓരോന്ന് കാണാനാണ് ഇതാ ഇഷ്ടം. കാതിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേൾക്കാനാണിതാ, അല്ലെ. അതിനാണിതാ താല്പര്യം. ചില ആൾക്കാരോ അതിനൊക്കെ മാറ്റി നിർത്തി ആ ശരീരത്തിനെ നിർബന്ധപൂർവം ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കണം. അതാണ് മഹാത്മാക്കൾ നമ്മളോട് പറഞ്ഞിരുന്നത്. ഈ ക്ഷണികമായിരിക്കുന്ന സുഖത്തിനെ ജീവിതത്തിൽ മാറ്റി നിർത്തും. ഏത് ആഹാരമായാലും ശ്രദ്ധിച്ചു നോക്കോളൂ, അല്ലെ. നല്ല ഇഷ്ടമുള്ളതായിരിക്കുന്ന ആഹാരം, ഏത് ആഹാരമായാലും അതിന്റെ സ്വാദ് എത്ര നേരെയുള്ളൂ? ഈ നാവിന്റെ മോള് നിൽക്കുന്നത് വരെ മാത്രമേ. നാവിന്റെ മോളൊന്ന് വയറിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആഹാരവും ഒരേപോലെ തന്നെ. ഏത് ആഹാരവും ഒരേപോലെ. ഒരു 2 സെക്കൻഡ് നേരത്തിന് വേണ്ടിയിട്ട് ആളുകള് ഞാൻ ഇന്ന ഭക്ഷണമേ കഴിക്കൂ, ഇന്ന ഭക്ഷണം നല്ല സ്വാദുള്ള അത് കഴിക്കണം, ആ ഭക്ഷണം തന്നെ കഴിക്കണം. രാവിലെ കഴിക്കഴിഞ്ഞാൽ അത് ഇന്നലെ ചിന്തിച്ചു, എന്നിട്ട് അത് കിട്ടിയില്ല വെച്ചാലോ അവന്റെ ഭഗവാൻ എന്നാ അത് കിട്ടിയില്ലോ കഴിക്കാന്ന് വിചാരിച്ച്
എത്ര നേരത്തേക്കേ ഉള്ളൂ ഈ ആനന്ദം ആലോചിച്ച് നോക്കൂ. എത്ര നേരത്തേക്കേ ഉള്ളൂ ഈ സുഖം? ഒരു 2 സെക്കൻഡ് നേരം നാവിന്റെ മോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാത്രം അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? ആ 2 സെക്കൻഡ് സാധ്യമില്ല വേറെ വിചാരിച്ച് അതിനെങ്ങനത് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെയാണ് താപസന്മാര്, മുനീശ്വരന്മാര് അല്ലെ എന്നിതാ വർണ്ണിക്കുന്നത്. സത്യം പരം ധീമഹി എന്നും ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത് സാക്ഷാൽ ഭഗവാനാണ്. അപ്പൊ വ്യാവഹാരിക സത്യത്തിലേക്ക് മനസ്സ് വെക്കാതെ പ്രാതിഭാസിക സത്യം എന്ന് പറഞ്ഞാൽ പ്രതിഭാസത്തിൽ സത്യമാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു അല്ലെ. 50 പാത്രത്തിൽ വെള്ളം വെച്ച് കഴിഞ്ഞാൽ മുകളിൽ സൂര്യൻ നിലനിൽക്കുന്നുണ്ടോ എന്നാ 50 പാത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും സൂര്യന്റെ പ്രതിബിംബം കാണാൻ സാധിക്കും. വെള്ളം ഇളകുന്ന സമയത്ത് പ്രതിബിംബം ഇങ്ങനെ ഇളകുന്നത് പോലെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. ശരിക്കും ഇളകുന്നുണ്ടോ? ശരിക്കും ഇളകണം എന്ന് വെച്ചാൽ എന്ത് വേണം? ബിംബം ഇളകണം. ഇവിടെ ബിംബത്തിന് ഇളക്കില്ല, പ്രതിബിംബം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. ഈ പ്രതിബിംബം ഇളകുന്നുണ്ട് എന്നുള്ള തോന്നല്, ഈ തോന്നലിലാണ് എന്ത് പറയാ? ഭഗവാന്റെ മായ എന്നതാ പറയുന്നത് അല്ലേ. ഭഗവാന്റെ മായ എന്ന് പറഞ്ഞാൽ ഈ തോന്നലാണ്. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് ചോദിക്കുന്നതിനാണ് ഭഗവാന്റെ മായ എന്താ പറയുക. കയറിനെ ചവിട്ടി പാമ്പിനെയാണ് ചവിട്ടിയതെന്ന് തോന്നി, ആ പാമ്പനെ കടിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് എന്തൊക്കെ ദുഃഖം നമ്മളത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ തോന്നൽ ഇല്ലാതായിട്ട് തീരണം. അതാണ് പ്രാതിഭാസിക സത്യം. പാരമാർത്ഥിക സത്യം എന്ന് പറഞ്ഞാൽ എന്നും ഈ ലോകത്ത് നിലനിൽക്കുന്നത് സാക്ഷാൽ ഭഗവാൻ മാത്രമാണ്. അവിടെ ഉള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഒക്കെ ഈ ലോകത്തിനെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ഇതിനാണ് സ്വരൂപ ലക്ഷണം എന്നതാ പറയുന്നത്. ഭഗവാന്റെ രൂപത്തിനെ പറഞ്ഞുതരാന്നൊക്കെ പറഞ്ഞിട്ടാ തുടങ്ങിയത്. ആർക്കെങ്കിലും മനസ്സിലായോ ഭഗവാന്റെ രൂപം എന്താന്നുള്ളത് അല്ലേ? ഒക്കെ മനസ്സിലായത്. മനസ്സിലായ ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെച്ചാൽ കയ്യിൽ പൊതിച്ചാൽ തെറ്റത്. ആർക്കും മനസ്സിലായില്ല. എന്താ കാരണം? മനസ്സിലാവില്ല. അതന്നെ രൂപം ഉണ്ടായിട്ട് വേണ്ടേ ഭഗവാന്? ഭഗവാന്റെ രൂപമില്ല. രൂപമില്ലാത്ത ഭഗവാനെ പറ്റിയിട്ട് പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. ശങ്കരാചാര്യ സ്വാമികള് അദ്ദേഹം അവസാനം ഇതാ വർണ്ണിക്കുന്നുണ്ട്, ഭഗവാനെ എന്റെ ജീവിതത്തില് ഒരു വലിയ തെറ്റ് വന്നു കേട്ടോ. എന്താ പറഞ്ഞ തെറ്റ് അറിയോ? എന്താണ്? രൂപമില്ലാത്ത ഭഗവാന് രൂപമുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഓരോന്ന് പറയാനായിട്ട് പുറപ്പെട്ടു. ഞാൻ എങ്ങനെ രൂപമുണ്ട് എന്ന് പറഞ്ഞ് തുടങ്ങി ഇപ്പൊ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപേ കാണുള്ളൂ. അപ്പൊ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഇന്ന രൂപത്തിലാണെന്നുള്ളത് ഒരാൾക്കും പറയാനായിട്ട് സാധിക്കില്ല. എല്ലാ സ്ഥലത്തും നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. എല്ലാ രൂപവും ഭഗവാൻ തന്നെയാണ്. കാണുന്നതൊക്കെ ഹരി നാരായണായ നമഃ. കേൾക്കുന്നതൊക്കെ, നീ കാണുന്നതായാലും ശരി, കേൾക്കുന്നതായാലും ശരി, അനുഭവിക്കുന്നതായാലും ശരി, അതൊക്കെ സാക്ഷാൽ ഭഗവാനാണ് എന്നതാ മനസ്സിലാക്കണം. ഭഗവാൻ ഒരു പ്രത്യേകമായിട്ട് രൂപത്തിനെ ആർക്കും ഇതാ പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല. അതാണ് ഗുരുനാഥന്മാരുടെ ഒക്കെ പ്രത്യേകത. ഗുരുനാഥന്മാരെ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ള വഴികൾ പറഞ്ഞു കൊടുക്കുന്നല്ലാതെ കുറെ ദൂരത്തേക്ക് അങ്ങനെ ശിഷ്യന്മാരെ കൊണ്ടു നടക്കും. അവസാനമായി കഴിഞ്ഞാൽ ഗുരുനാഥൻ എന്ത് പറയും? ഇനി നീ ഇതിൽ കൂടെ അങ്ങോട്ട് പൊയ്ക്കോട്ടോ പറയും. ഇനി നീ ഇതിൽ കൂടെ അങ്ങോട്ട് പൊയ്ക്കോട്ടോ എന്ന് പറയാനല്ലാതെ അവസാനം ആരും നമ്മുടെ കൂട്ടത്തിൽ എന്താ എത്തിച്ചേരില്ല. ആ ആനന്ദം സ്വയം അനുഭവിക്കേണ്ടതാണ്. ആനന്ദം എന്നുള്ളത് മറ്റൊരാളെ കൊണ്ട് നമുക്ക് ഈ ആനന്ദത്തിനെ അനുഭവിക്കുവാനായിട്ട് സാധിക്കില്ല. എന്ത് വേണം? അവരവര് തന്നെ ആ ആനന്ദത്തിനെ അറിഞ്ഞ് ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. സത്യം പരം ധീമഹി. എന്താ ഭഗവാന്റെ രൂപം എന്നുള്ളത് ആർക്കും പറയാനായിട്ട് സാധിക്കില്ല. പ്രത്യേകമായിട്ട് ഭഗവാന്റെ രൂപം കൽപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവണ്ടേ എന്താ ഈ ഭഗവാന്റെ രൂപം എന്നുള്ളത്? നമ്മളെ പോലുള്ളതായിരിക്കുന്ന ആളുകൾക്ക് എന്താ ഈശ്വരൻ എന്നുള്ളത് അറിയണ്ടേ കലികാലത്തെ ജനങ്ങൾക്ക്? അതിനു വേണ്ടിയിട്ടാണ് അടുത്ത ശ്ലോകം വർണ്ണിക്കുന്നത്. അതിനാണ് തടസ്ഥ ലക്ഷണം എന്നതാ പറയാം. തടത്തിൽ സ്ഥിതി ചെയ്യുന്നതായിരിക്കുന്ന വസ്തുവിനെ ദൂരത്തുനിന്ന് കണ്ട് അതിന്റെ അടിയിലുള്ള വസ്തുവിനെ കാണാതെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മരുഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് ഏതെങ്കിലും മരങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ മനസ്സിലാക്കണം, അതിന്റെ ചുവട്ടില് വെള്ളം ഉണ്ടായിരിക്കും അല്ലേ? വെള്ളം ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ? അവിടെ മരം ഉണ്ടാവുള്ളൂ. വെള്ളമില്ലാതെ മരം ഉണ്ടാവൂ? വെള്ളത്തിനെ കാണുന്നുണ്ടോ? വെള്ളത്തിനെ കാണുന്നില്ല. എങ്ങനെ? ആകാശത്ത് പുക കണ്ടു കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? എന്താ മനസ്സിലാവുന്നില്ലേ? പുക കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തോ സദ്യ ഉണ്ട്, ആരോ ഒരാള് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? അഗ്നി ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? പുക ഉണ്ടാവുള്ളൂ. അഗ്നി ഇല്ലാതെ പുക ഉണ്ടാവുമോ? അഗ്നി ഇല്ലാതെ പുക ഉണ്ടാവില്ല, സംശയമില്ലാത്ത കാര്യം അല്ലേ?
അപ്പോ പുക കണ്ടു കഴിഞ്ഞാൽ അഗ്നിയെ മനസ്സിലാവുന്നത് പോലെ അഗ്നിയെ കാണേണ്ട കാര്യമില്ല. ഇതേപോലെ ഭഗവാന്റെ അടുത്തുനിന്ന് ഭഗവാനെ ഉപാസിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള അനുഭവങ്ങൾ അതാ ഉണ്ടാവുന്നു. ഈ അനുഭവം കൊണ്ടേ ഈശ്വരനെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. യത് അനുഭൂയതേ അത് പ്രമാണാവേ. യത് അനുഭൂയതേ, അനുഭവിക്കുന്നുണ്ടോ അതാണ് ഏറ്റവും വലിയതായിരിക്കുന്ന പ്രമാണം എന്ന് പറയും. എങ്ങനെയാ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുള്ളൂ? സുഖം എങ്ങനെയാ അനുഭവിക്കാൻ സാധിക്കുക? അതാണ് ധർമ്മപ്രോച്ഛിത കൈതവത്രപരമോ നിർമ്മൽസരാണം സതം വേദ്യം വാസ്തവമത്ര വസ്തുജിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സത്യോ ഹൃദ്യവരുദ്ധ്യതേ തത്കൃതിവിശ്വശ്രോഷവിത്തക്ഷണാദ. ധർമ്മ, പരമമായിരിക്കുന്ന ധർമ്മം ജീവിതത്തിൽ അത് അനുഷ്ഠിക്കാനായിട്ട് പുറപ്പെടുമ്പോ ഭഗവാനെ ഉപാസിക്കുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കുന്ന ആനന്ദം അവർക്ക് ജീവിതത്തിൽ അതാ ഉണ്ടാവുന്നു. എന്താ ധർമ്മം എന്ന് പറയാ? ധർമ്മം എന്ന് പറഞ്ഞാൽ അത് ഒരു കാളയുടെ രൂപമാണ് എന്ന് പറയും. മഹാദേവനൊക്കെ തൊഴാനായിട്ട് വരുമ്പോ മഹാദേവന്റെ നേരെ മുന്നിൽ ഒരു കാള ഇരിക്കുന്നത് കാണാം. ആ കാള 4 കാലിന്റെ മോളാണ് ഇതാ നിൽക്കുന്നത്. ഏതാ ഈ കാളയുടെ 4 കാല്? അതാണ് സത്യം, ദയ, തപസ്, ദാനം എന്ന് പറയും. അപ്പൊ സത്യം അനുഷ്ഠിക്കുന്ന ആളെയാണ് എന്ത് പറയാ? ധർമ്മിഷ്ഠന്മാര്. സത്യം മാത്രം പറയാനായിട്ട് ഇതാ ശ്രമിക്കുമ്പോ നമ്മള് ധർമ്മിഷ്ഠരായിട്ട് ഇതാ മാറുന്നു. നല്ല തപസ് ജീവിതത്തിൽ ഇതാ ഉണ്ടോ എന്നാൽ അവര് ധർമ്മിഷ്ഠരായിട്ട് ഇതാ മാറുന്നു. തപസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതിനെ തപസ് പറയാ. നമ്മൾ നേരത്തെ പറഞ്ഞു, ശരീരത്തിന്റെ ഇഷ്ടകാര്യങ്ങളെ മാറ്റി നിർത്തി ശരീരത്തിനെ ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തുന്നതിനാണ് തപസ് എന്താ പറയുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എത്രയോ വലിയ തപസ്. താപ്പായന്റെ തോട്ടിൽ ഇതായിരിക്കും, ഒന്നില്ലാത്തതായിരിക്കുന്ന ചൂട്. ഇടയ്ക്കിടയ്ക്ക് ശരീരം ഇങ്ങനെ പറയുന്നു, നമുക്ക് ആ എത്തിയ റൂമിൽ പോയിട്ടുണ്ടൂടെ, നമുക്ക് വെള്ളം ഇങ്ങനെ എടുത്ത് കുടിച്ചൂടെ, എത്ര വേനച്ചാൽ ഫ്രിഡ്ജ് വിട്ടിലേക്ക് എടുത്ത് കുടിച്ചൂടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും ആളുകൾ എന്ത് ചെയ്യണു? അതിനൊക്കെ മാറ്റി നിർത്തുന്നു. തന്റെ ശരീരത്തിന്റെ ഇഷ്ടകർമ്മങ്ങളൊക്കെ നിർബന്ധപൂർവ്വം മാറ്റി നിർത്തി ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടി ശരീരത്തിനെ ഒരു സ്ഥലത്ത് കൊണ്ടിരുത്തുന്നതിനാണ് എന്ത് പറയാ? തപസ് എന്നെന്താ പറയുക. നമ്മൾ തപസ് അനുഷ്ഠിക്കുന്നുണ്ടോ അവര് ധർമ്മിഷ്ഠന്മാരാണ് എന്നതാ മനസ്സിലാക്കണം. ദയോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് ഇതാ സാധിക്കുമ്പോ സത്യം, ദയ, തപസ്, ദാനം ചെയ്യാനായിട്ട് പുറപ്പെട്ടാൽ മതി. അവര് ധർമ്മിഷ്ഠരായിട്ട് ഇതാ മാറണം. അല്ലേ? ആരുടെ കയ്യാ മുകളിൽ ആലോചിച്ച് നോക്കൂ. ദാനം കൊടുക്കുന്നയാളുടെ കൈയാണോ ദാനം വാങ്ങുന്നയാളുടെ കൈയാണോ? ഈ ദാനം വാങ്ങണത് എത്ര കേമനായാലും തിരക്കണ്ടേ? ഈ ഭഗവാനാണ് ചേർന്ന് തിരക്കണ്ടേ? മഹാബലിയുടെ കൈയാണോ മുകളില്? വാമനമൂർത്തിയുടെ കൈയാണോ? അത് മഹാബലിയുടെ കൈ തന്നെയാണ് മുകളിൽ അതായിരിക്കുന്നത്. അല്ലേ? അപ്പൊ ദാനം കൊടുക്കുന്ന ആൾക്കാണ് കൂടുതൽ ഇതാ പ്രാധാന്യം. അതാണ് കൊടുക്കാൻ സാധിക്കണം എന്ന് പറയും. ദാനാദി കാര്യങ്ങൾ ഇതിപ്പോ കൊടുക്കാൻ വെച്ചാൽ അതിനൊക്കെ പൈസ വേണ്ടേ? പൈസ വേണം. ഇങ്ങനെ ധാരാളമായിട്ട് ഇങ്ങനെ കൊടുക്കണം എന്ന് വെച്ചാൽ അല്ലേ ഇല്ലാത്തത് കൊടുക്കാനായിട്ട് സാധിക്കൂ. ഒരു പണച്ചെലവും ഇല്ലാത്ത ദാനം, ഒരു പണച്ചെലവും ഇല്ലാതെ, ഒരു പണവും ചെലവില്ലാത്ത ദാനം ഏതാണ്? അങ്ങനെ ദാനം ഉണ്ടോ? ഒരു പൈസ ചെലവില്ലാത്ത നല്ല വാക്ക് പറഞ്ഞാൽ മതി. നല്ല വാക്ക് പറയും. വിദ്യ, മറ്റുള്ളവർക്ക് അറിവിനെ പകർന്നു കൊടുക്കും. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളതായിരിക്കുന്ന വാക്ക് അത്ര പ്രയാസമുണ്ടോ? അതിനല്ലേ ഒരു പ്രയാസമില്ല. നല്ല വാക്ക് പറയാനായിട്ട് പുറപ്പെടാൻ എന്താ പൈസ ചെലവുള്ളത്? ഒരു പൈസയും ചെലവില്ല. ഇങ്ങനെ നല്ല വാക്ക് പറയുന്ന സമയത്ത് ദാനായിട്ട് താൻ മാറുന്നു. സത്യം, ദയ, തപസ്, ദാനം, ഈ 4 കാര്യങ്ങളും നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ടോ എന്നാൽ അവരെങ്ങനെയുള്ളവരായിട്ട് മാറുന്നു? ധർമ്മിഷ്ഠരായിട്ട് താൻ മാറുന്നു. അവര് ധർമ്മിഷ്ഠരായി കഴിഞ്ഞാലോ പലതരത്തിലുള്ള അനുഭവം, ഭഗവാന്റെ അടുത്തു നിന്നുള്ള ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇതാ ഉണ്ടാവുന്നവർക്ക് സുഖം അനുഭവിക്കാനായിട്ട് ഇതാ സാധിക്കുന്നു. ഇങ്ങനെ ജീവിതത്തിലെ സുഖം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈശ്വരനുണ്ട്. ഞാൻ ചെയ്യുന്നതായിരിക്കുന്ന വഴികളൊക്കെ നല്ലതാണ് കേട്ടോ. നല്ല വാക്ക് പറയുന്ന സമയത്താണോ നമുക്ക് സന്തോഷം? കേൾക്കുന്ന ആൾക്കാർക്ക് സന്തോഷം. നമ്മൾ ചീത്ത വാക്ക് പറയുന്ന സമയത്താണോ നമുക്ക് സന്തോഷം? കേൾക്കുന്ന ആൾക്ക് സന്തോഷം? അതൊന്നും ശരിയില്ല. നല്ല വാക്ക് പറയുന്ന സമയത്ത് അച്ഛനെങ്ങനെ ബഹുമാനിക്കുന്ന സമയത്താണോ നമുക്ക് സന്തോഷം? അച്ഛനോട് എതിരിട്ട് നടക്കുന്ന സമയത്താണോ? എതിരിട്ട് നടത്തുന്നത് പറയുന്ന സമയത്ത്. അപ്പൊ അതിനാണ് ധർമ്മം എന്ന് പറയുക. ഭഗവാൻ പറഞ്ഞതായിരിക്കുന്ന ധർമ്മത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവുന്നു? സുഖമുണ്ടാവുന്നു ജീവിതത്തില്. അങ്ങനെ പരമമായിരിക്കുന്ന ധർമ്മം ആരാണോ അനുഷ്ഠിക്കുന്നത് അപ്പൊ അവർക്ക് എന്താണ് ഈശ്വരൻ എന്നുള്ളത് മനസ്സിലാവും. പ്രോച്ഛിത കൈതവ
പ്രോച്ചിത കൈതവമായിരിക്കുന്ന ധർമ്മത്തിനെയാണ് ഭാഗവത്തിൽ ഇതാ വർണ്ണിക്കുന്നത്. കൈതവം ഇല്ലാത്തതായിരിക്കുന്ന ധർമ്മം, കളവ് കൂടാത്തതായിരിക്കുന്ന ധർമ്മത്തിനെ ഭാഗവതത്തിൽ ഇതാ വർണ്ണിക്കണമെന്ന് പറഞ്ഞാൽ, രൂപമില്ലാത്ത ഭഗവാന് രൂപം കൊടുത്തുകൊണ്ടാണ് ഭാഗവതത്തില് നമുക്കിതാ ആ കാര്യങ്ങള് പറഞ്ഞിരുന്നത്. അപ്പോ രൂപമുള്ളതായിരിക്കുന്ന ഭഗവാൻ രൂപമില്ലാതെ വേദങ്ങളിലൊക്കെ വർണ്ണിക്കുന്ന അതേ ഈശ്വരനെ തന്നെ പുരാണങ്ങളില് രൂപം കൊടുത്ത് വർണ്ണിക്കുമ്പോഴും അതില് ഒരു തരി പോലും കളവ് ഇതാ ബാധിക്കുന്നില്ല. ഇതിനാണ് പ്രോച്ചിത കൈതവ ധർമ്മ, അത്ര പരമഹ. അല്ലെ, എങ്ങനെ പ്രഭ ഇല്ലാതെ ഈശ്വരനെ ഉപാസിക്കണം എന്ന് പറയും. ലജ്ജയില്ലാതെ ഈശ്വരനെ ഉപാസിക്കാനായിട്ട് ഇതാ സാധിക്കണം. നമ്മളൊക്കെ എന്തൊക്കെ ലജ്ജയുള്ള ആൾക്കാരെ അറിയില്ലേ? എന്തൊക്കെ ലജ്ജയാന്ന് നമുക്ക് അറിയില്ലേ? ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്റെ കയ്യിൽ എത്രയാ പൈസ ബാങ്ക് ബാലൻസ്, അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ ഇവിടെ നമ്മൾ ഇരിക്കുമ്പോ ആൾക്കാർക്ക് ഞാൻ എങ്ങനെയാ ഒന്ന് നമസ്കരിക്കുക ഭഗവാനെ, ഇന്ന് വരെ നമസ്കരിച്ചില്ല. നമസ്കരിക്കുന്ന സമയത്ത് ഇത്രയും വലിയ പട്ടുസാരിയൊക്കെ എടുത്ത ഞാനിത് അവിടെ എങ്ങനെയാ നമസ്കരിക്കുക ഭഗവാൻ? ഇനി എന്തൊക്കെ ലജ്ജ നമുക്ക് ജീവിതത്തിൽ എന്ന് വിചാരിച്ചത്. ഞാൻ നന്നായിട്ട് ഭാഗവതം പഠിച്ചയാളാണ്, ഭാഗവതം നന്നായിട്ട് ഞാൻ കേട്ടയാളാണ്, അനവധി ആചാര്യന്മാരെടുത്തുനിന്ന് ഭാഗവതം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇയാളെങ്ങനെയാ പറയുന്നത്? അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വരിക, അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോ ലജ്ജ കൊണ്ട്, ഓരോ ഭാവങ്ങളെ കൊണ്ടാണ് നമ്മൾ ഭാഗവതം കേൾക്കാൻ വരുന്നത് വെച്ചാൽ അവർക്ക് എന്താ മനസ്സിലാവില്ല? ഭാഗവതം മാത്രം മനസ്സിലാവില്ല. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മളിവിടെ വന്നിരിക്കുന്നത് അത് മാത്രം നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ എന്ത് വേണം? സപ്താഹയജ്ഞത്തിന് മുന്നിൽ അങ്ങനെ വന്നിരിക്കുമ്പോ എല്ലാത്തിനെയും മറക്കാൻ സാധിക്കണം. ഇന്നലെ കേട്ടതൊക്കെ മറക്കുക, മിനിയാന്ന് കേട്ടതും മറക്കുക, ഇതുവരെ പഠിച്ചത് മുഴുവനും ഇതാ മറക്കൻ. എന്തൊക്കെ എവിടുന്നൊക്കെ പഠിച്ചു, അന്വയോ അവരുതിരെയൊക്കെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, അനവധി പഠിച്ചിട്ടായിരിക്കും. കഴിഞ്ഞ സപ്താഹത്തൊന്നും കുറെ കേട്ടിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്തെ സപ്താഹം പോയി അവിടുന്നും കേട്ടിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. നല്ല അധ്യാപകര് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അവൻ എന്താ ചെയ്യുക? അവരൊന്ന് പിന്നിലേക്ക് നോക്കൂലേ, ബ്ലാക്ക് ബോർഡിലേക്ക്. എന്നിട്ട് നല്ല തുടക്കണ സാധനം ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ടുവന്ന് ഇന്നലെ മിനിയാന്ന് എഴുതിയതൊക്കെ തുടച്ചതാ മാറ്റി, എന്നിട്ട് അതിൽ എഴുതാനായിട്ട് ഇതാ പുറപ്പെടും. ഇതേപോലെ നമ്മുടെ ഭാഗവത സപ്താഹയജ്ഞത്തിന് മുന്നിലങ്ങനെ വന്നിരിക്കുമ്പോ എല്ലാവരെയും മറന്ന്, എല്ലാ ലജ്ജയെയും മറന്ന്, എല്ലാ അറിവിനെയും മറന്ന് നമ്മൾ അവിടെ ഇരിക്കുന്നുണ്ടോ? എന്നാൽ ആ ഭഗവാന്റെ കഥകൾ അങ്ങനെ പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഇതാ ആനന്ദത്തിന് കാരണമായിട്ട് നാം മാറണോ. നിർമ്മൽസ്വരാണാം സദാം വേദ്യം. മാത്സര്യ ബുദ്ധിയെ മാറ്റി നിർത്തുന്ന സമയത്താണ് നമുക്ക് ഈശ്വര കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഇതാ സാധിക്കുക. ശുശ്രൂഷുഭീ തത്ക്ഷണാത്. ഭഗവാന്റെ കഥ കേൾക്കാൻ വേണ്ടി ആരാണോ മുന്നിൽ വന്നിരിക്കുന്നത് ആ സമയത്ത് തന്നെ ഭഗവാൻ അവിടെ ഹൃദയത്തിലേക്ക് ഇതാ എത്തിച്ചേരുന്നു. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാത് അമൃതദ്രവസം യുതം വിപദ ഭാഗവതം രസമാലയം ഗുരഹോ രസികാപവിഭാവുകാഹ. വേദമാവുന്ന കൽപ്പവൃക്ഷത്തിന്റെ മുകളിലുണ്ടായ ഫലമാണ് ശ്രീമദ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതമാകുന്ന പഴം ശ്രീശോബ്രഹ്മഷിയാകുന്ന തത്ത വന്ന് കൊത്തിയതോട് കൂടിയിട്ട് ഇതാ ഭൂമിയിലേക്ക് ഇതാ എത്തിച്ചേർന്നു. ആ ശ്രീമദ് ഭാഗവതത്തിനെ ആസ്വദിക്കൂ. എത്രത്തോളം ആസ്വദിക്കണം? ആലയം ലയിക്കുന്നത് വരെ ഈശ്വരനെ ഉപാസിക്കാൻ വേണ്ടിയിട്ട് ഇതാ ശ്രമിക്കണം എന്ന് പറയും. എപ്പോഴാണോ പരമമായിരിക്കുന്ന ലയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അപ്പോഴാണ് നമുക്ക് ആനന്ദം ഉണ്ടാവുന്നത്. അതെങ്ങനെ? ഓരോ തുള്ളി കുടിക്കുന്നതിനനുസരിച്ച് പുഷ്ടി. വിശപ്പുള്ള ആള് ഒരു ഉരുള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം വിശപ്പ് കുറയും, അത്രത്തോളം ആരോഗ്യത ഉണ്ടാവും. ഇതേപോലെയാണ് ഭാഗവതം. കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അത്രത്തോളം ആനന്ദം ഉണ്ടാവും, കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അത്രത്തോളം ആനന്ദം ഉണ്ടാവുന്നു. ഇങ്ങനെ ലോകത്തിനെ മുഴുവനും മറക്കുന്നത് വരെ എന്ത് വേണം? എന്റേത് എന്നുള്ള ഭാവം ഇല്ലാതാവുന്നത് വരെ ഈ ഭഗവാനെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതിനാണ് ആ ലയം എന്ന് പറയാ. ലയിക്കുന്നുണ്ട് നമ്മൾ അറിയണില്ല. ഭഗവാനിലേക്ക് നമ്മൾ ഇതാ ലയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭാഗവതം കേൾക്കുന്ന സമയത്തും ഭഗവാന്റെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് കുറച്ചു നേരം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ സന്തോഷത്തിനെ എപ്പോഴേ നമുക്ക് നിലനിർത്താൻ സാധിക്കുള്ളൂ? എപ്പോഴും ഈശ്വരനെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ ആലയം. അപ്പൊ ഭഗവാനെ ചിന്തിച്ച് ഇരിക്കുന്ന സമയത്താണ് ആനന്ദത ഉണ്ടാവുന്നത്. ഇങ്ങനെ നൈമിശാരണ്യത്തിൽ വെച്ചിട്ടാണ് ഈ ഭാഗവത കഥകളൊക്കെ ഉപപൗരാണികൻ ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് പിന്നീട് വർണ്ണിക്കുന്നത്. നമുക്ക് ഒരു 10 മിനിറ്റ് നേരം നിർത്തിയതിനു ശേഷം മറ്റുള്ള കഥകളൊക്കെ ആരംഭിക്കാം. എല്ലാവരും എഴുന്നേറ്റ് വെള്ളമൊക്കെ കുടിച്ച് അതാത് സ്ഥാനത്ത് വന്നു. ഒറ്റയപ്പം പ്രത്യേകിച്ചാക്കാൻ ആഗ്രഹിക്കുന്നവര്
എന്ത് വേണം? ഉച്ചയുടെ മുന്നേ ഡോക്ടറിൽ പോയിട്ട് പ്രത്യേകം റെസിപ്റ്റ് ആക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷം റെസിപ്റ്റ് ആക്കാൻ സാധിക്കുന്നതല്ല എന്നും കൂടി എല്ലാവരെയും പറയും. എത്രത്തോളം ആളുകൾക്ക് ഇവിടെ പ്രത്യേകം നിവേദ്യത്തിന് പങ്കെടുക്കണം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉച്ചയുടെ മുന്നേ തന്നെ എന്ത് ചെയ്യാം? പ്രത്യേകത്തിനൊക്കെ റെസിപ്റ്റ് ആക്കുക. അതേപോലെ വിദ്യാഗോപാല പുഷ്പാഞ്ജലി വൈകുന്നേരമാണ് നടക്കുക. കുട്ടികളുടെ പേരിലോ അവരവരുടെ പേരിലൊക്കെ ആ വിദ്യാഗോപാല പുഷ്പാഞ്ജലിയൊക്കെ നടത്താവുന്നതാണ് എന്ന് കൂടി എല്ലാവരും ഇത് അറിയിക്കുന്നു. പണം നടക്കേണ്ട ആൾക്കാർക്ക് പണം നടക്കാം. നമ്മൾ 10 മിനിറ്റ് നേരം നിർത്തുന്നു. അതിനുശേഷം നമുക്ക് ആരംഭിക്കും. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ